ഇന്ന് രാത്രിയിൽ അല്പം ചിന്തിക്കുവാൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അശുദ്ധൻ ഇനിയും അശുദ്ധിയിൽ തന്നെ പോയിക്കൊള്ളുക, വിശുദ്ധൻ കൂടുതൽ വിശുദ്ധീകരിക്കുക. ഒരു ഓപ്ഷണൽ ഇട്ടിരിക്കുകയാണ്. മനുഷ്യൻ ബുദ്ധിയുള്ളതാണ്, എന്തും സ്വീകരിക്കാം. ഈ ചിന്താ വിഷയം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യവർഗത്തിന് 6000 വർഷത്തെ കണക്കുകളെ ലഭ്യമായിട്ടുള്ളതുള്ളൂ. അതിന് പുറകിലോട്ടുള്ള യാതൊരു രേഖകളോ തെളിവുകളോ ഇല്ല. 6000 വർഷം മുതലുള്ള മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ തെളിവുകൾ ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലും എല്ലാം ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ തിരുവചനത്തിൽ പറയുന്നത്. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപേ ഇന്ന് രക്തം തെറിക്ക് നിറാക്കിൽ ദൈവം ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ എവിടെ ആക്കി. അന്ന് മുതൽ മനുഷ്യർക്ക് പുരോഗതി ലഭിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് അതിൽ വാഴുവീൻ, ഉൽപ്പത്തി 1 കാണാം, സന്താന പുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി വാഴുവീൻ. ഇതുകൊണ്ടാണ് ജീവനുള്ള 3 സൃഷ്ടികളുണ്ട് ലോകത്തിൽ: പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം. ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞാൽ സസ്യലോകം, ജന്തുലോകം, മനുഷ്യലോകം. സസ്യം ഒരിടത്ത് കിളുത്തുന്ന വരിക്കുന്നു. മൂവ് ചെയ്യുന്ന 2 കൂട്ടരാണ് ജന്തുക്കൾ അഥവാ മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ. ഈ മനുഷ്യർക്ക് മാത്രമേ പുരോഗതിയുള്ളൂ. മറ്റുള്ളവയ്ക്കെല്ലാം 6000 വർഷം മുമ്പുള്ള അതേ ക്യാരക്ടർ. മനുഷ്യർ പുരോഗമിച്ചു. ആ പുരോഗമിച്ച് നമ്മൾ നിൽക്കുന്ന ഈ ലോകം പുരോഗതിയുടെ ഏറ്റവും ഉന്നതമായ സൗധത്തിൽ കയറി നിൽക്കുന്ന കാലമാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗം പുരോഗമിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ നിൽക്കുന്നു. ആ പുരോഗതിയുടെ ഗുണഭോക്താക്കളാണ് ലോകത്തിലെ സകല മനുഷ്യരും, ഞാനും നിങ്ങളും. ശാസ്ത്രത്തെ അഭിനന്ദിച്ചേ തീരൂ. ഒരുപാട് കാര്യങ്ങളിൽ ഗുണഭോക്താക്കളാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം കഴിഞ്ഞ തലമുറയും ഈ തലമുറയും തമ്മിൽ നിങ്ങൾ കേട്ടുകൊള്ളുക. കഴിഞ്ഞ തലമുറയിൽ ഒരാളോട് ചോദിക്കുക, ന്യൂയോർക്കിലേക്ക് എന്നാ ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ പറയും 13,000 കിലോമീറ്റർ. ഇന്നത്തെ തലമുറ ഒരാൾ ചോദിച്ചാൽ പറയും 16 മണിക്കൂർ. വ്യത്യാസം കണ്ടോ? മറ്റു പറയും 13,000 കിലോമീറ്റർ. ഇപ്പം പറയും എയർ ഇന്ത്യയുടെ പ്ലെയിനിൽ ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ നിന്ന് കയറിയാൽ JFKയിൽ ഇറങ്ങാൻ 16 മണിക്കൂർ കഴിയുമ്പോൾ. അടുപ്പിച്ചത് കണ്ടോ? വളരെ പുരോഗമിച്ച ഒരു ലോകം. എല്ലാം കണ്ടുപിടിച്ച് എവിടെയും കയറി. ഭൂമിയുടെ ഉൾഭാഗത്ത് ചുരണ്ടി നോക്കിയ ശാസ്ത്രം ഈ ഭൂമിയുടെ അടിയിലത്തെ 60 കിലോമീറ്റർ കീഴിലുള്ള 2ാമത്തെ തട്ടിൽ 6000 ഡിഗ്രിയിൽ ചുട്ടുപൊള്ളുന്ന ചൂടിനകത്ത് തത്തിക്കളിക്കുന്ന ആക്റ്റീവ് ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ തൊട്ട് കഴിഞ്ഞു. കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്തെ അങ്ങേ അകലെ സൗരയൂഥത്തിൻ്റെ അങ്ങേയറ്റത്തെ 10-14 കോടി കിലോമീറ്റർ അകലെ ഓക്സിജൻ ഇല്ലാത്ത, കൊടും ചൂടുള്ള, ഗുരുത്വാകർഷണമില്ലാത്ത സ്ഥലത്തുള്ളതായ ഗോളങ്ങളുടെ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന അണുക്കളെ കണ്ടെത്തിയ ലോകം ശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി നിങ്ങളും ഞാനും അനുഭവിക്കുന്നവരല്ലേ? കാറിൻ്റെ ടയർ മാറ്റിയിടുന്നത് പോലല്ലേ കിഡ്നിയും ലിവറും ഹാർട്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഇല്ലേ? എവിടെ നോക്കിയാലും പുരോഗതി. ഇന്ന് 800 കോടി ജനമുണ്ട് ലോകത്തിൽ. ഈ 800 കോടി ജനങ്ങൾ നിങ്ങളും ഞാനും എല്ലാവരും ഉൾപ്പെടും. എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരെല്ലാം ഉൾപ്പെടും. നമ്മളെ എല്ലാ ശാസ്ത്രം ഒറ്റ മാലയിട്ട് അണിയിച്ചു. ലോകത്തിൽ ഒരു മാല ഒരാൾക്ക് ഇടാനൊക്കത്തുള്ളൂ. എന്നാൽ സയൻസ് അണിയിച്ച മാല 800 കോടി ജനങ്ങളെ ഒറ്റ മാലയുടെ കീഴിൽ കൊണ്ടുവന്നു. ആ മാല സ്വർണവും വെള്ളിയല്ല. ആ മാലയുടെ പേരാണ് ഇൻ്റർനെറ്റ്. ആ ഇൻ്റർനെറ്റിൻ്റെ പുരോഗതി എത്ര ഭയങ്കര! 50 വർഷം മുമ്പ് ഈ കുണ്ടറയിൽ നിന്നും ഒരപ്പച്ചൻ്റെ മകൻ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പോയിട്ടുണ്ടെങ്കിൽ അപ്പച്ചനെ വെപ്രാളവും ആദ്യമാ. മോൻ്റെ കാര്യം എന്തു ചെയ്യും, അവൻ എങ്ങനുണ്ട് ഇല്ലേ നോക്കിയിരിക്കുക. ഫോൺ കണക്ഷനില്ല, ടെലിഫോണില്ല, ഒരു ബന്ധവുമില്ല. പിന്നെ ഈ മോൻ്റെ വിവരം അറിഞ്ഞെ പ്രാർത്ഥിക്കുക. പിന്നെ തച്ചിനെ പോസ്റ്റ് ഓഫീസിൽ പോവുക, ചുമന്ന ബോർഡറുള്ള എഴുത്തുണ്ടോ എന്ന് നോക്കുക. ചുമന്ന ബോർഡറുള്ള കത്ത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. ആ കത്ത് കിട്ടുമ്പോൾ അപ്പച്ചൻ ആവേശത്തോടെ അവിടെ വെച്ച് തന്നെ പൊട്ടിക്കും ഇല്ലേ? ഇതൊക്കെ അനുഭവിച്ച തലമുറകൾ ഇവിടെ ഉണ്ട് അന്ന്. ഇന്നങ്ങനല്ല. അന്നത്തെ അപ്പച്ചൻ ഇന്ന് രാവിലെ ചാരികസേറെ കിടന്നേ ഒരു വര വരച്ചിട്ട് ചോദിക്കും ആസ്ട്രേലിയയിലുള്ള മകനോട്, എന്നാടാ ചോറുട്ടി ഷേവ് ചെയ്യാഞ്ഞത്? കാലം മാറിയോ?
അത്രത്തോളം പുരോഗമിച്ച ലോകം. എത്ര വേണമെങ്കിലും വിശദീകരിക്കാം. ലോകം കഴിഞ്ഞ തലമുറയിലെ ഒരു വ്യക്തിക്ക്, കുണ്ടറയിലെ ഒരു വ്യക്തിക്ക് ലോകം, കുണ്ടറ എന്ന് പറയുന്ന പട്ടണമോ സമീപത്തിലുള്ള ഗ്രാമമോ അല്ലേ? ഇന്നോ ലോകം വിരൽത്തുമ്പിൽ ലോകം എൻ്റെയും നിങ്ങളുടെയും. കഴിഞ്ഞ തലമുറയിൽ മാർക്കറ്റിൽ പോകണം, ഇന്ന് വീട്ടിലേക്ക് മാർക്കറ്റ് ഓടി വരുന്നു. അതിന് പറയുന്ന ഓമന പേരാണ് ഓൺലൈൻ പർച്ചേസ്. അങ്ങനെയെല്ലാം പുരോഗമിക്കുന്നെങ്കിലും മറ്റൊരു വീക്ഷണത്തിൽ കൂടി ചിന്തിച്ചാൽ ഒരു വഴിതിരിഞ്ഞൊരു പോക്കുണ്ടോ എന്നൊരു സംശയം. ശാസ്ത്രത്തിൻ്റെ ഈ വലിയ നേട്ടങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ മനുഷ്യൻ വഴിതിരിഞ്ഞോടുകയാണോ? 2 ആഴ്ച മുമ്പ് ഞാൻ തൃശ്ശൂരുള്ള ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷന് പോയി. കോട്ടയത്ത് നിന്ന് കയറി കോഴിക്കോട്ടുള്ള എക്സ്പ്രസ്സിലാണ് കയറി പോകുന്നത്. NH-47 വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോവുക. ഒടുവിൽ ഡ്രൈവറുടെ പരിചയക്കുറവാണോ അതോ അശ്രദ്ധയാണോ, തൃശ്ശൂർക്ക് തിരിയേണ്ട വഴിയെല്ലാം വിട്ട് പുള്ളി പാലക്കാടിന് 5 കിലോമീറ്റർ പോയി. ഒടുവിൽ ഒരു യാത്രക്കാരൻ ചെന്ന് പറഞ്ഞു, സാർ ഇത് എങ്ങോട്ട് പോവുക, ഇത് കോഴിക്കോട്ടിനാണോ പാലക്കാട്ടിനാണോ? നന്നേരാ പുള്ളി തിരിഞ്ഞു വന്നതുപോലെ മനുഷ്യർ വഴിതിരിഞ്ഞ ഒരു ജീവിതചര്യയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോ. എന്താണെന്നറിയാവോ? 1, ഏദൻ തോട്ടത്തിൽ ദൈവം തമ്പുരാൻ അഥവാ സൃഷ്ടിയുടെ ആരംഭത്തിൽ യഹോവയായ ദൈവം സൃഷ്ടിച്ച ടൊമാറ്റോയും പൊട്ടറ്റയും കാബേജും ബീൻസും കോളിഫ്ലവറും പച്ചമുളകും കാന്താരിയും പാവയ്ക്കായും ഇന്നില്ല. അതെല്ലാം പോയി. അന്നത്തെ കോളിഫ്ലവറും ടൊമാറ്റോയും ബീൻസും എല്ലാം പോയി. പകരം മറ്റൊന്ന് വന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആ മത്സ്യത്തിൻ്റെയും മാംസത്തെ അല്ല നമ്മൾ കഴിക്കുന്നത്, അതും മാറി. 1-ാം മനുഷ്യനെ കൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് തക്ക തുണയെ തരാം, ഉണ്ടാക്കാം. ഇന്നത്തെ മനുഷ്യൻ പറഞ്ഞു, ആരും തരണ്ട, ഞാൻ തക്ക തുണയെ കണ്ടുപിടിച്ചോളാം. അതൊടുവിൽ തുണയ്ക്ക് പകരം തക്ക വിനയായിട്ട് വരുന്നു. ശരിയാണോ? അന്ന് പറഞ്ഞു സന്താന പുഷ്ടിയുള്ളവരെ പെറ്റുപെരുകാൻ. ഇന്നത്തെ തലമുറ പറയുന്നത് എനിക്ക് സന്താനം വേണ്ട. ദൈവത്തിൻ്റെ ഭാവുകങ്ങൾക്കെതിരായിട്ട് മനുഷ്യൻ വഴിതിരിഞ്ഞോടുമ്പോൾ നിരവധി പ്രശ്നങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ കിടന്ന് ഉഴലുന്നത് കാണുവാൻ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. വേറൊരു ഭാഗത്തെ മറ്റൊരു ദുഃഖസത്യം പറയാം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഏറ്റവും പുരോഗതിയുടെ പടവുകളിൽ. കഴിഞ്ഞ തലമുറയേക്കാൾ ഏറ്റവും നല്ല വസ്ത്രം, കഴിഞ്ഞ തലമുറയിൽ ആളുകൾ വസ്ത്രം ധരിച്ചു. ഇന്ന് നമ്മൾ വസ്ത്രം ധരിക്കുകയല്ല, നമ്മൾ ജീവിക്കുന്നത് വസ്ത്രലോകത്തിലാണ്. നിഷ്പക്ഷമായി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ നോക്കുമോ, എനിക്ക് ഇത്ര സാരിയുണ്ട്, ഇത്ര സൽവർ കമ്മീസുണ്ട്, ഇത്ര ഷർട്ടുണ്ട്? എണ്ണമില്ല. ശരിയാണോ? വസ്ത്രലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെങ്കിൽ ഈ തലമുറയിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ചില പ്രമാദങ്ങളിലേക്ക് വരികയാണ്. ഇതെല്ലാം കൂടെ ലഭിച്ച് കഴിഞ്ഞിട്ട് മനോഹരമായ വീട് നമുക്കുണ്ട്. കഴിഞ്ഞ തലമുറക്കാർ എഴുന്നേറ്റ് വന്നാൽ ഈ വീടൊക്കെ കണ്ട് അതിശയിക്കും. അറിയാമല്ലോ, 70, 80, 100 വർഷം മുമ്പ് മരിച്ചവർ അപ്പച്ചനെ എഴുന്നേപ്പിച്ച് ഈ വീട് കാണിച്ചാൽ പുള്ളി അന്നേരെ ബോധം കെട്ട് വീഴും. കാരണം അന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓലപ്പരയും മുറ്റത്തെ മണലുവിട്ട വീടാ ഇല്ലേ? ഇന്നത്തെ വീടിൻ്റെ സ്റ്റൈല് മാറിയില്ലേ? അന്നത്തെ മനുഷ്യർ സഞ്ചരിക്കുന്നത് കാൽനട, ഇന്നത്തെ സഞ്ചരിക്കുന്നത് വാഹനം. അന്നത്തെ ഭക്ഷണം ലഘുഭക്ഷണം, ഹെവി ഭക്ഷണം. ഇത്ര പുരോഗമിച്ചെങ്കിലും മറ്റൊരു കാര്യത്തിൽ മനുഷ്യർക്ക് മാത്രം അധോഗതി. അതാണ് നമ്മുടെ വിഷയം. സ്വഭാവത്തിൽ മനുഷ്യർ തകർന്നു, സ്വാർത്ഥത വർദ്ധിച്ചു, സ്നേഹം ക്രൂശിക്കപ്പെടുന്നു. കേരളത്തെ കാണരുത്, ഇന്ത്യയെ കാണരുത്, ലോകത്തെ മുഴുവൻ നോക്കുകയെ. സ്നേഹം ക്രൂശിക്കപ്പെടുന്നു, കുടുംബങ്ങൾ തകരുന്നു. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാൻ, ഓമനിക്കാൻ, ലാളിക്കാൻ മറന്നുപോയ ഒരു പുതിയ തലമുറ മാതാപിതാക്കൾ. അവർ വാരിക്കൂട്ടാൻ ലോകത്തിൽ നെട്ടോട്ടം ഓടുമ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷം അപ്പൻ്റെ അമ്മയുടെ സ്നേഹം മാറോടണയ്ക്കാൻ കിട്ടുന്നത് വെറും മണിക്കൂറുകൾ മാത്രം ഇല്ലേ? അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് കല്ലിച്ച് അവർ സ്വാർത്ഥരായി വരുന്നു. ഭക്ഷണത്തിനകത്ത് മുഴുവൻ മായം, സിസ്റ്റത്തിനകത്തെല്ലാം മായം, സ്വഭാവവും മായമായി. ആത്മാർത്ഥത തീർന്നില്ലേ? മനസ്സാക്ഷി മരവിച്ച ഒരു ലോകമല്ലേ? ഇത്രയും അക്രമം ലോകത്തിൽ ഇതിനു മുൻപുണ്ടോ? ഒരു ദോശ ചുട്ടു കൊടുക്കാൻ താമസിച്ചതിനല്ലേ ഒരു ചായക്കടക്കാരനെ കേരളത്തിൽ അന്നേരെ കൊന്നത്? ഈ മകൻ്റെ പോലും വലിപ്പമില്ലാത്തൊരു കൊച്ചൻ, അവൻ്റെ ഫോട്ടോ കണ്ട് ഞാൻ അതിശയിച്ചു. അവൻ എങ്ങനെ സ്കൂളിൽ ചെന്നെന്നറിയാമല്ലോ.
ഇത്രയേ ഉള്ളൂ. അമേരിക്കയിൽ, അരിസോണയിൽ, കെൻഡക്കിയിൽ ഇത്രയേ ഉള്ളൂ. അവൻ നേരെ സ്കൂളിലോട്ട് ചെന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറയുക, ടീച്ചർക്ക് കൊടുത്തു റിവോൾവർ കൊണ്ട് ഒരു പിടി. അപ്പോൾ ഈ ഇത്രയുള്ള ഉണ്ടപ്പൊക്കെ കൊണ്ടുവരുന്ന സ്ലൈറ്റും മനസ്സിലുമല്ല റിവോൾവർ. കാലം മാറിയത് കൊണ്ടോ? മനുഷ്യർ ക്രൂരരായില്ലേ? നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചേ. ഇത്രയും ക്രൂരത ലോകത്തിൽ ഇതിനു മുൻപുണ്ടോ? കോഴിയെ കൊല്ലുന്ന ലാഘവത്തിൽ ഒരു മനുഷ്യനെ കൊല്ലുന്നില്ലേ? പേപ്പർ വായിക്കാൻ നമുക്ക് ഭയമല്ലേ? ഈ പുരോഗതിയുള്ള മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാൻ സ്വപ്നം കാണുന്ന സംസ്കാര സമ്പന്നൻ നമ്മുടെയെല്ലാം സ്കൂൾ സ്ഥലങ്ങൾ, വീടുകളിൽ, നമ്മുടെയെല്ലാം ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ഇഷ്ടം പോലെ കോളേജുകളും ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റിയും ഉണ്ട് ഇല്ലേ? എന്നിട്ട് നോക്കിക്കേ, മ്ലേച്ഛത ആകാശത്തോളം കുന്നിച്ചോ? ഇത്രയും മ്ലേച്ഛതയുള്ളൊരു തലമുറ ഉണ്ടായിട്ടുണ്ടോ? എത്ര ഭയങ്കരമായി മനുഷ്യൻ മ്ലേച്ഛതയിൽ കയറുന്നു. ഒരു ഗവൺമെന്റിനും നിയന്ത്രിക്കാൻ മേലാത്ത ഒരു ബിസിനസ് തഴച്ചു വളരുന്നു. സകലിടത്തുമുണ്ട്. ഞാൻ മാർക്കുന്ന കോട്ടയത്തും കുണ്ടറയിലും നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിലും എല്ലാം ഉണ്ട് ആ ബിസിനസ്. ഒരു ഗവൺമെന്റും അമേരിക്കയ്ക്ക് ഒന്നും പിടിക്കാനൊക്കത്തില്ല. ആ ബിസിനസ്സാണ് മയക്കുമരുന്ന് ബിസിനസ്. അതൊരു വലിയ ലോബിയാണ്. ആ ലോബിയെ തളയ്ക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതെ, നടക്കത്തില്ല. കാരണം ലോകം മാറാൻ പോവുകയാണ്. സ്കൂളുകൾക്കകത്ത് പോലും വേറെ വിധത്തിൽ ടോഫിയായി, മുട്ടായിയായി പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു കുഞ്ഞുങ്ങളെ മനസ്സിനെ മാറ്റുന്നൊരു സംവിധാനം വന്നില്ലേ? ഇത്രയും സ്നേഹം നിറഞ്ഞ അയൽക്കാർ തമ്മിലുള്ള വഴക്ക്, ഒരിഞ്ച് മണ്ണിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. ഒരു തേങ്ങ അപ്പുറത്ത് വീണ കേസ് കൊടുക്കുന്ന ആളുകളില്ലേ? സ്വാർത്ഥത വർദ്ധിച്ചില്ലേ? 70-80 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ നോക്കിക്കേ, മൃഗങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. എന്താ മനുഷ്യർക്ക് ഈ വ്യത്യാസം വരാൻ കാരണം? ഒരു യുഗം ഇവിടെ തീരാൻ പോകുന്നു. ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ ലക്ഷണം മാറുന്നത് പോലെ നിങ്ങളുടെയും എൻ്റെയും ഈ തലമുറയിൽ ഒരു യുഗം മാറാൻ പോകുന്നു. ഏക യുഗമാ കൃപായുഗം. എന്താണ് കൃപായുഗം എന്ന് പറയുന്നത്? ദൈവം മനുഷ്യനെ, സൃഷ്ടികളെ എല്ലാം ദൈവം തൻ്റെ ശബ്ദത്തിൽ സൃഷ്ടിച്ചു. നമുക്ക് സമയം ലാഭിക്കുവാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. ഉൽപ്പത്തി 1 കാണാം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി. പക്ഷികളും മൃഗങ്ങളും ഉണ്ടാകട്ടെ എന്ന് യഹോവ കൽപ്പിച്ചു, ഉണ്ടായി. ഇതെല്ലാം കൽപ്പിച്ചു. സന്തോഷമുള്ള കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. നോക്കിക്കേ, ഈ പ്രായമുള്ള ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൈവക്കി ഇല്ലേ? എൻ്റെ ഈ ശബ്ദത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ, എൻ്റെ ഈ ശബ്ദത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ മഹാശക്തമായ ദൈവത്തിൻ്റെ ശബ്ദത്തിലാണ് ഇതെല്ലാം ഉണ്ടായത്. അത് ഉണ്ടായത് എങ്ങനെയാ? കറക്റ്റായിട്ട്. മൂങ്ങായിക്ക് പട്ടിയുടെ മുഖം കിട്ടിയില്ല, ആനയ്ക്ക് സിംഹത്തിൻ്റെ മുഖം കിട്ടിയില്ല. കിട്ടിയോ? കുറുക്കനെ പൂച്ചയുടെ കിട്ടിയില്ല. അതതിൻ്റെ ഷേപ്പിൽ ഇങ്ങോട്ട് ഇറക്കി വിട്ടു തൻ്റെ ശബ്ദത്താൽ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ ശബ്ദത്താലല്ല നമ്മൾ വലിക്കുന്നു, തൻ്റെ ശ്വാസത്താൽ സൃഷ്ടിച്ചു. ശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം വരാൻ ഇങ്ങനെ ഓക്സിജൻ വലിക്കുന്നയാളല്ല, തൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ചു. മറ്റുള്ളതിനെയൊക്കെ തൻ്റെ വാക്കിൽ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ മാത്രം നിലത്തിലെ പൊടിയെടുത്ത് സൃഷ്ടിച്ചു. പൊടി എന്ന് പറഞ്ഞാൽ മണ്ണല്ല, പൊടി. മണ്ണിനകത്ത് 96 എലിമെന്റ്, അത് വേണ്ട മനുഷ്യനെ 20 എലിമെന്റ് മതി. അത് പൊടിയിലുണ്ട്. കാൽസ്യം, മണ്ണിനകത്തുള്ള പ്രധാന ഘടകങ്ങളാണ് കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, നൈട്രജൻ, ഓക്സിജൻ. ഇതടങ്ങിയ പൊടിയെടുത്ത് തമ്പുരാൻ ഒരു ഷേപ്പ് ചെയ്തിട്ട് തൻ്റെ ശക്തി പകർന്നപ്പോൾ 68 അവയവങ്ങളുള്ള സുന്ദരന്മാരും സുന്ദരികളുമായ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സുന്ദരമുള്ള ശരീരവും സൗന്ദര്യമുള്ള ശരീരമെല്ലാം ഈ മണ്ണിലാണ്, ഈ പൊടിയാണെന്ന് മാത്രം ഓർക്കണം. ഇതിനകത്തെ ശക്തി ദൈവത്തിൻ്റെതാ. ദൈവം സർവശക്തനാ, ദൈവം സ്വർഗീയനാ. അപ്പോൾ ദൈവം സ്വർഗീയനാണെങ്കിൽ മനുഷ്യനിൽ പകർന്നിരിക്കുന്ന ശക്തി സ്വർഗീയമാണ്. മനുഷ്യനിൽ സ്വർഗീയമായ ശക്തി പകർന്നിരിക്കുന്നു, പുറത്തൊരു കവർ വിട്ടിരിക്കുന്നു. അപ്പോൾ തിന്മയുടെ ശക്തിയായ സാത്താന് മനസ്സിലായി, ഇത് ചെറിയ കളിയല്ല. അവനറിയാം ദൈവ സർവശക്തൻ, ആദിമന്തവുമില്ലാത്തവനാ. പിശാചിനറിയാം. അതുകൊണ്ട് അവൻ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കിയപ്പോൾ മനസ്സിലായി, പുറമെ ഒരു പൊടി, അകത്തൊരു ശക്തിയുണ്ട്. അപ്പോൾ അവൻ സ്വർഗത്തിലൊരു കാഴ്ച കാണുന്നു. 6.5 കോടി വർഷം മുമ്പ് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനൊരു നല്ല ദൂതനായിരുന്നപ്പോൾ അവൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നിഷ്കാസനം ചെയ്തിട്ട് ഇന്ന് യഹോവയായ ദൈവ ശില്പിയായി 85 ലക്ഷം അടി പൊക്കത്തിൽ ഒരു സുന്ദരമായ പട്ടണം പണിയുന്നു. ആ പട്ടണത്തിൻ്റെ പേര് ദൈവമക്കൾക്കറിയാം. എന്താ? പുതിയ
യെരൂശലേം ആണ്ട സൗരി പറഞ്ഞു. താങ്ക് യു. വെളിപ്പാട് 21:9 മുതൽ വായിച്ചാൽ കാണാം. പുതിയ യെരൂശലേം ഭൂമിയിലെ രത്നങ്ങൾ ഈ മണ്ണിനകത്തെ ക്ലാരിറ്റിയുള്ള കല്ലുകളാ. പക്ഷെ ഇവിടെ പണിയുന്നത് സ്വർഗീയ രത്നങ്ങളാ, തേജസ്സിന്റെ രത്നങ്ങളാ. സൂര്യകാന്തം, വൈഡൂര്യം, പത്മരാഗം മുതലായ 12 രത്നങ്ങൾ, സ്വർഗീയ രത്നം, തേജസ്സിന്റെ. ഇവിടുത്തെ കളർ കാരറ്റുള്ളതല്ല. അതുകൊണ്ട് നിർമ്മിക്കുന്നു. വേറെ ഒരു ദൂതനെയും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം പകരം തന്നെ ശക്തിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ അവന് മനസ്സിലായി ഈ മനുഷ്യനെ മുഴുവൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. അവൻ പിടികിട്ടി. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സാത്താൻ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ഇച്ഛാശക്തി സ്വതന്ത്രമാക്കിയ. കാരണം ദൈവം സർവശക്തനാണെന്ന് തെളിയിക്കാനാ. വേണമെങ്കിൽ ദൈവത്തിന് ഇച്ഛാശക്തി സ്വതന്ത്രമല്ലാതെ ദൈവത്തിന് നിയന്ത്രിക്കത്തക്ക വിധത്തിൽ വിടാമായിരുന്നു. ഇല്ല, നമുക്ക് എന്തും തീരുമാനിക്കാം, എന്തും ചിന്തിക്കാം, എന്തും പ്രവർത്തിക്കാം. അതാണ് വിൽ പവർ ലിബറൽ എന്ന് പറയും. എല്ലാവരുടെയും മനസ്സിലെ ചിന്തകൾ എപ്പോഴും സ്വാതന്ത്ര്യമാണ്, എപ്പോഴും. അതാണ് ആദത്തിനോട് പറഞ്ഞത്, തോട്ടത്തിന്റെ വൃക്ഷഫലം നിനക്ക് തിന്നാനൊക്കത്തില്ലെന്നല്ല, തിന്നരുത്, വേണേ തിന്നാപ്പം. യു ഡു നോട്ട് ഈറ്റ്, യു കനോട്ട് എന്നല്ല. വേണമെങ്കിൽ ദൈവത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക്കൽ പവർ വെച്ചാൽ പോരായിരുന്നു. അമ്മച്ചി പറിക്കാൻ ചെയ്യുമ്പോൾ തട്ടിത്തെറിച്ച് താഴെ വീണേനെ. ഇല്ല, വിൽ പവർ സ്വതന്ത്രമാക്കി. ആ സ്വതന്ത്രമായ വിൽ പവറിലേക്ക് സാത്താൻ കയറി പ്രവർത്തിച്ചപ്പോൾ മനുഷ്യർ പാപമുള്ളവരായി ദൈവത്തിന്റെ തേജസ്സില്ലാത്ത വെറും ശരീരത്തിനകത്തുള്ള ജീവിയായി മാറിയപ്പോൾ സാത്താൻ സന്തോഷിച്ചു. തീർന്നേ, ഈ പുതിയ യെരൂശലേമിൽ ആരെയും കൊണ്ടുപോകത്തില്ല. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ സർവശക്തിയാൽ ഇതിനു മുൻപേ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാൽ ഒരു തീരുമാനം എടുത്തിരുന്നു. മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ അവനെ വീണ്ടെടുക്കും. ഇതാരും അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ തിരുമനസ്സിലുള്ള പരിപാടിയായിരുന്നു. അവനെ വീണ്ടെടുക്കും മനുഷ്യനെ. സാത്താൻ അറിഞ്ഞില്ല. എന്നാൽ ഒടുവിൽ സ്വർഗത്തിൽ കാലസമ്പൂർണതപ്പോൾ ഒരു മഹാസമ്മേളനം ഉണ്ടായി. ദൂതന്മാരാരുമില്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വം. പിതാവ് ചോദിച്ചു, ആർ നമുക്ക് വേണ്ടി പോകും? പുത്രൻ പറഞ്ഞു, ഞാൻ പോകാം. സാത്താൻ ഞെട്ടിപ്പോയി. ഒരു ദൂതനെയല്ല അയക്കുന്നത്, ദൈവം തന്നെ ഇറങ്ങി വരാൻ പോവുകയാണ്. അവന് മനസ്സിലായി മനുഷ്യന് രക്ഷയുണ്ട്. എന്നിട്ടും അവൻ അരക്കൈ നോക്കിയെങ്കിലും ഹെരോദാവിനെ കൊണ്ട് അവൻ ഒപ്പിടിക്കുന്നതിന് മുൻപേ ഇമ്മാനുവേൽ 200 മീറ്റർ അപ്പുറത്ത് പോയി, 200 കിലോമീറ്റർ പോയി കഴിഞ്ഞു. അങ്ങനെ കർത്താവായ യേശു എന്തിനു വന്നു? പാപത്തിൽ കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ. നിങ്ങളോ ഞാനോ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു രോഗവുമായി ചെല്ലുമ്പോൾ എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? എഴുതിത്തരും ബ്ലഡ് ഒന്ന് നോക്കാൻ. അല്ലേ? ബ്ലഡ് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ ഒരു സമർത്ഥനായ ഡോക്ടർ ട്രീറ്റ് ചെയ്യത്തില്ല. വല്ല ജലദോഷമോ പനിയോ ഉണ്ട് 2 ഗുളിക തന്നു വിടുന്നത് പോലെ അല്ല. കാര്യമായിട്ടെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ബ്ലഡിനകത്താണ്. ഷുഗർ നോക്കുന്നു, ബ്ലഡിൽ തന്നെ. എന്താ? അപ്പോൾ ബ്ലഡിനകത്താണ് ജീവൻ കിടക്കുന്നത്. ഇത് സയൻസ് കണ്ടുപിടിച്ചിട്ട് 500 വർഷമേ ആയുള്ളൂ. 3000 വരെ വർഷങ്ങൾക്ക് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ലേവ്യ പുസ്തകം 17:11, മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ. അപ്പോൾ പാപം കിടക്കുന്നതിന് രക്തത്തിലാണ്. പാപം കിടക്കുന്നതിന് രക്തത്തിലാണ്. അതിനും തെളിവ് തരാം. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ പ്രായം കണ്ടിട്ടുണ്ടോ? എല്ലാം മധ്യവയസ്സിന് താഴെയുള്ളവരല്ലേ. 80-85 മുകളിലുള്ളവരല്ലോ പാപം ചെയ്യാൻ പോവുമോ? അവൻ എഴുന്നേറ്റ് നിന്നിട്ട് വേണ്ടേ പാപം ചെയ്യാൻ? അല്ലേ? അവ ചെറുപ്പക്കാരല്ലേ, ചോര തിളയ്ക്കുന്നവരല്ലേ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത്? എന്താ? ആ ബ്ലഡിന്റെ ഫങ്ഷനിങ്ങാ. പാപം കിടക്കുന്നത് രക്തത്തിൽ. ആ രക്തം ശുദ്ധീകരിക്കാൻ ലോകത്തിൽ മറ്റൊരു സംവിധാനവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിപ്പോയി. ദൈവദൂതന്മാർക്ക് രക്തമുള്ളവരല്ല, അവർ വന്നാലും ഉടക്കത്തില്ല. അതുകൊണ്ട് പിതാവേ, യഹോവയായ ദൈവം രക്തമുള്ള മനുഷ്യനായി തീർന്നതാണ് യേശു. അത് ക്രിസ്ത്യാനികളുടെ സ്വന്തമല്ല, പെന്തിക്കോസ്തുകാരുടെ സ്വന്തമല്ല, ആകമാന മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങളുടെ ഏകരക്ഷകൻ കർത്താവായ യേശു. കാരണം വേറെ ഒരു മാർഗത്തിലും സാധിക്കത്തില്ല. ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും, മതമുള്ളവരും മതമില്ലാത്തവരും, സഭയുള്ളവരും സഭയില്ലാത്തവരും, നിരീശ്വരനും തീവ്രവാദിയും എല്ലാം ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ തുടർച്ചയാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പോൾ സകല മനുഷ്യരും ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ തുടർച്ചയാ. ദൈവം സ്വർഗീയനാകയാൽ ഈ ശ്വാസത്തിന് അവസാനം വരത്തില്ല, ഈ ശരീരമേ മാറത്തുള്ളൂ. അപ്പോൾ ഈ ശ്വാസം തിരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. ദൈവിക പദ്ധതി അനുസരിച്ച് പാപം ചെയ്യുന്നവൻ്റെ ശ്വാസം, ജീവൻ ദൈവം വെച്ചിരിക്കുന്ന നരകത്തിലേ പോകത്തുള്ളൂ. കാരണം നരകം സൃഷ്ടിച്ചതും മനുഷ്യർക്കല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുവാ. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ മനുഷ്യർ സ്വർഗത്തിൽ പോകുവാൻ യോഗ്യരല്ലാതെ വന്നാൽ പിന്നെ എവിടെ കൊണ്ട്? ഈ ഭൂമി കത്തിച്ച് കളയാൻ പോവുക. സയൻസ് തന്നെ അത് കണ്ടുപിടിച്ചു. ഇത് മുഴുവൻ കത്തിപ്പോവും, ചാമ്പലാകാൻ പോവുക. അപ്പോൾ അവനും സാത്താൻ്റെ
പാപം മാറിക്കിട്ടാത്ത ഏത് വ്യക്തിയുണ്ടോ അവരുടെയും അന്ത്യം നിത്യദണ്ഡനമാണ്. പാപം മാറിക്കിട്ടാത്ത ഏത് വ്യക്തിയാണേലും, കാരണം പാപിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല, പാപം പിടിച്ച മനസ്സിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സ്വർഗം നിർമ്മലമായി. ഈ ശരീരമല്ല നമ്മുടെ വിഷയം, നമ്മുടെ അകത്തെ ആത്മാവാണ് വിഷയം. ആത്മാവിൽ പാപമുണ്ടെങ്കിൽ ശരീരത്തിൽ പാപം വരുമ്പോൾ അത് ആത്മാവിൽ കയറും. ശരീരത്തിൽ പാപം വരുമ്പോൾ കയറുന്നത് ആത്മാവിലാണ്. അപ്പോൾ പാപിയാവും. ഇതിനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുവിൻ്റെ രക്തത്തിൽ കൂടി പ്രൈസ് ദി ലോർഡ് പാപമോചനം വിശ്വാസത്താൽ പ്രാപിക്കുക. നമുക്കറിയാം, ബ്ലഡ് ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് രക്തം കൊടുക്കും, അല്ലെങ്കിൽ രക്തം ക്ലീൻ ചെയ്യും. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള കിഡ്നി വെച്ച് ക്ലീൻ ചെയ്യുക ബ്ലഡ്. ഒരു വ്യക്തിക്ക് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ബ്ലഡ് മുഴുവൻ ചീത്തയായി, ശുദ്ധീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല കിഡ്നിക്ക്. ആള് മരിക്കും. അതിന് ഞാൻ മിഷ്യൻ വെച്ച് ശുദ്ധീകരിക്കും. അതിന് ആഴ്ചയിൽ ഒരു ഡയാലിസിസ്, ആഴ്ചയിൽ 2 ഡയാലിസിസ്, മിഷ്യൻ വെച്ച് ഈ ബ്ലഡ് ശുദ്ധീകരിക്കുക. ഇതുപോലെ സ്പിരിച്വൽ ഡയാലിസിസ് ഈ ലോകത്തിലെ കിഡ്നി രോഗികൾക്ക് ആഴ്ചയിൽ പവറാണ്. അതാണ് സ്പിരിച്വൽ ഡയാലിസിസ്. അതിന് ഹോസ്പിറ്റലിൽ പോകണ്ട, എങ്ങും പോകണ്ട. മനസ്സിനെ ക്രിസ്തുവിൽ സമർപ്പിച്ചാൽ കർത്താവ് ഇത് കണ്ടു കഴിഞ്ഞു. സർവശക്തനാണ് ദൈവം, നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും അറിയുന്നവനാണ്. എൻ്റെ പാപം മാറിത്തരണമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി, അന്നേരം ഡയാലിസിസ് പ്രോസസ് നടക്കും. അതാണ് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ രക്തം. ആ രക്തത്തിൽ കൂടി ഒരിക്കൽ സ്പിരിച്വൽ ഡയാലിസിസ് ലഭിക്കുവാൻ പരമഭാഗ്യം ലഭിച്ചവരാ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവരുടെ പേരാണ് ദൈവമക്കൾ. അവർക്ക് മറ്റൊരു പേരൂടെ ഉണ്ട്, സ്വർഗത്തിൽ പൗരത്വം. ഫിലിപ്പിയർ 3:20 പറയുന്നു, സ്വർഗത്തിൽ പൗരത്വം. സ്വർഗത്തിൽ പൗരത്വമുള്ളവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവർ മരിച്ചാലും വിഷമിക്കേണ്ട. സ്വർഗത്തിൽ പൗരത്വമാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ചുമതലയാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. സ്വർഗത്തിൽ പൗരത്വമുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ ശരീരം മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതാണ് ആത്മീയർക്ക് മരണത്തെ ഭയമില്ല. ഒരു അമേരിക്കക്കാരൻ ഇവിടെ വന്ന് മരിച്ചാൽ ഗവൺമെന്റ് അറിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ചെലവിൽ ആളിന്റെ ബോഡി ഇവിടെ അവിടെ കൊണ്ടുപോകും. ഇവിടെ അടക്കാൻ സമ്മതിക്കത്തില്ല, അന്നേരം ക്രമീകരണം ചെയ്യും. അത് അമേരിക്കയിലെ കൊണ്ട് അടക്കത്തുള്ളൂ. അതുപോലെയാണ് സ്വർഗത്തിൽ പൗരത്വമുള്ള ഒരു വ്യക്തി മരിച്ചാൽ, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവിനെ 3-ാം സ്വർഗമായ പർദീസയിൽ കൊണ്ടുപോകും. ജീവിച്ചാലോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ ഇടവരും. ക്രിസ്തുവിനെ കൈക്കൊണ്ടുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, അത് കയറി ഇറങ്ങി വരും. ആരോഗ്യമല്ല, അതൊക്കെ കയറി ഇറങ്ങി വരും. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ കാക്കപ്പെടും. ഈ ലോകത്തിൽ എല്ലാം വിലയ്ക്ക് മേടിക്കാൻ കിട്ടുകയല്ലേ? എന്ത് വേണേലും വിലയ്ക്ക് മേടിക്കാം. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കൺസ്യൂമിങ് വേൾഡ്. അത് അന്ത്യകാല ലക്ഷണമാണ്. അത് പൈസയും കൊടുക്കണ്ട, കാർഡിട്ടാൽ സാധനം വീട്ടിൽ വരും അല്ലേ? ഏതെങ്കിലും മാർക്കറ്റിൽ നിന്ന് ഒരു 1/2 കിലോ സമാധാനം മേടിക്കാവോ? ഈ ഒരു സാധനം മാത്രം എവിടെയെങ്കിലും കിട്ടുമോ? പക്ഷെ അത് ആർക്ക് കിട്ടും? ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അവർക്ക് രോഗമില്ലെന്നല്ല, ഞെരുക്കമില്ലെന്നല്ല, കഷ്ടമില്ലെന്നല്ല, ഭാരമില്ലെന്നല്ല, ദുഃഖമില്ലെന്നല്ല, അതിൻ്റെ എല്ലാം മേളിൽ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചുകൊണ്ടൊരു ജീവിതം. രോഗവും ദുഃഖവും കഷ്ടവും ഞെരുക്കവും എല്ലാം വരും, പക്ഷെങ്കിൽ അതിൻ്റെ എല്ലാം മീതെ കരുതുന്ന ഒരു കൃപ. അവർക്ക് മാത്രമേ ലോകത്തിൽ സമാധാനവും പ്രത്യാശയുമുള്ളൂ. അല്ലാത്തവരെല്ലാം പുറമെ ചിരിക്കുന്നെങ്കിലും എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ ആരായാലും ഏത് നിലയിലായാലും എന്തെല്ലാം ഔന്നത്യം പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അകത്തളത്തിൽ സ്വസ്ഥതയുണ്ടോ? കാണത്തില്ല. കാരണം ഈ ലോകം സാത്താന്റെ കയ്യിലിരിക്കുന്ന ലോകമാണ്. അവന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവകൃപ പ്രാപിച്ചാൽ സാത്താൻ അടുക്കാനൊക്കത്തില്ല. ദൈവകൃപ ഉണ്ടെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഭരിക്കും. ക്രൈസ്തവ ലോകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് ഞാൻ ഡിനോമിനേഷനല്ല പറയുന്നത്,
വചനപ്രകാരം ജീവിക്കുന്ന ക്രൈസ്തവർക്ക് എന്താന്ന് ചോദിച്ചെന്നാൽ, നമ്മുടെ ജീവിത മാർഗത്തിന് തിരുവചനത്തിൽ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങൾ മുഴുവൻ ലോകത്തിലെ രാജ്യങ്ങൾ നിയമത്തിൽ കൂടി തകർക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രൈസ്തവ സഭയ്ക്ക് ഇനി അധികം നാൾ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. ശാന്തമായി കേൾക്കണം, നല്ലൊരു അന്തരീക്ഷം, വാഹനത്തിൻ്റെ ബഹളമൊന്നുമില്ല. ഞാൻ വളരെ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. വെള്ളത്തിൽ നമ്മൾ നിൽക്കുന്നു. മുട്ടറ്റം വെള്ളമാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അരയറ്റമായി ഒരു കുഴപ്പമില്ല. എന്നാൽ തോള് വരെ കഴിഞ്ഞാൽ പിന്നെ അപകടമാണ്. എന്തു ചെയ്യും? കയറിപ്പോകും. ഇതുപോലെ ക്രൈസ്തവ സഭയ്ക്ക്, ഏത് വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയ്ക്ക് മുൻപോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനിയും മുന്നോട്ട് ക്രൈസ്തവധാരയിൽ മുൻപോട്ട് പോകാൻ സാധിക്കാത്തൊരു സ്ഥിതി വന്നെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ കമ്പ്യൂട്ടർ നോക്കുന്നത് പോലെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആണല്ലോ. കൊലോസ്യ ലേഖനം 1:18 ഉറക്കെ വായിച്ചേ. കൊലോസ്യ ലേഖനം 1:18. കൊലോസ്യ ലേഖനം 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും. ഒരു ഡിനോമിനേഷൻ അല്ല, സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മളുടെയൊക്കെ ശരീരവും ശിരസും തമ്മിൽ നമ്മളൊന്ന് നോക്കിക്കേ. നമ്മുടെ ശരീരത്തിൽ തലമുടിയൊക്കെ ചെയ്യുകയും മുഖത്ത് പൗഡറൊക്കെ ഇട്ട് ഭംഗിയായിട്ട് നടക്കുന്നു. വെരി ഗുഡ്. അതിനേക്കാൾ നമ്മൾ നമ്മുടെ ശരീരത്തെ കീപ്പപ്പ് ചെയ്യുന്നു അല്ലേ? നമ്മുടെ ശരീരത്തെ നമ്മൾ എന്തുമാത്രം കീപ്പപ്പ് ചെയ്യുന്നു. വസ്ത്രങ്ങൾ ധരിക്കുന്നു, മുഷിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ വസ്ത്രം മാറുന്നു. ശരിയാണോ? കുളിക്കുന്നു, കാലെ എണ്ണ തേക്കുന്നു, കയ്യിൽ എണ്ണ തേക്കുന്നു, ക്രീം പുരട്ടുന്നു, പൗഡർ ഇടുന്നു. ശരീരത്തെ നമ്മൾ എന്തുമാത്രം നോക്കുന്നു. എവിടെയെങ്കിലും ചൊറിഞ്ഞാൽ ചൊറിഞ്ഞോട്ടെന്ന് പറഞ്ഞിരിക്കുവോ? ഇരിക്കുവോ? ഇല്ല. നമ്മുടെ ശരീരത്തെ നമ്മുടെ ശിരസ് എത്തുമാത്രം സൂക്ഷിക്കുന്നു എങ്കിൽ ക്രിസ്തു ശിരസ്, സഭ ശരീരം. ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കുന്നത് പോലെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? പ്രകാരം ജീവിക്കുന്ന ക്രൈസ്തവ ലോകത്തിന് അത് ഏത് സഭയായാലും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നോക്കുന്നു. കാരണം ചില കാര്യങ്ങൾക്ക്, 6-7 കാര്യങ്ങൾക്ക് വ്യക്തമായ വചനം തന്നിട്ടുണ്ട് ക്രൈസ്തവ സഭയ്ക്ക്. ഒന്നാമത്തെ വചനം വിവാഹം. വിവാഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം അല്ലേ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 1 കൊരിന്ത്യർ 7:1 വായിച്ചേ. 1 കൊരിന്ത്യർ 1 അതിനകത്തെ അർത്ഥം നോക്കിക്കോണം. 1 കൊരിന്ത്യർ 7:1 വേഗം വായിച്ചു തരണം. 1 Corinthians chapter 7 verse 1. ആരെങ്കിലും എടുത്തൊരു വായിച്ച കുഞ്ഞുങ്ങളെ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. അടുത്തത്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കും. പഴയ നിയമകാലത്ത് ബഹുഭാര്യപത്രവും ബഹുഭർത്തൃത്വവും ഉണ്ടായിരുന്നു, അറിയാമല്ലോ. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഏക ഭാര്യത, ഏക ഭർത്തൃത്വം പാടുള്ളൂ. വചനം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പറയുന്നു പണമുണ്ടെങ്കിൽ ഒന്നിലധികമാകാം. സംഗതി മാറിയോ? 1. 2, ഓരോരുത്തരും സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും അല്ലേ? അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കണം ഇല്ലേ? ആ നിയമം, ആ സിസ്റ്റം മാറ്റി ഒരു പുരുഷൻ ഒരു പുരുഷനെയും ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കാമെന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ നിയമമായതറിയാമോ? ആ നിയമം അനുവദിക്കുന്ന 24ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഞാൻ പറഞ്ഞല്ലോ, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം 13,000 കിലോമീറ്ററിൽ നിന്ന് 16 മണിക്കൂറായപ്പോൾ കാറ്റടിക്കുന്ന പോലെ ഒത്തിരി സംസ്കാരം ഇങ്ങോട്ട് കയറി വന്നു. അതിനകത്തിൽ ഒന്നാണ് ഈ ഭയങ്കരമായ സംഭവം. നോക്കിക്കേ, സെയിം സെക്സ് മാര്യേജ് ഇന്ത്യ പോലും അംഗീകരിച്ചെങ്കിൽ ഒരു വചനപ്രകാരം ജീവിക്കുന്ന ദൈവ പൈതലിന് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രയാസമുണ്ടോ? ബൈബിൾ പറയുന്നു, മലാഖി 2:16 പറയുന്നു, ഐ ഹേറ്റ് ഡിവോഴ്സ്. വിവാഹമോചനം പാടില്ല. കർത്താവ് പറഞ്ഞു, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുതേ. ദുഃഖസത്യം ഞാൻ വിളിച്ചു പറയാം, കേരളത്തിലെ സകല ജില്ലകളിലും കുടുംബ കോടതിയുണ്ട്. നിങ്ങൾ ചെക്കപ്പിന് പോയാൽ അവിടെ ക്യൂ നിൽക്കുന്ന നോക്കിക്കേ, 90% ക്രൈസ്തവർ. വിവാഹമോചനം പെരുകി കഴിഞ്ഞില്ലേ? നമ്മുടെ ഇടയിലും വന്നില്ലേ? പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ?
അടുത്തത് ഗർഭധാരണം. ദൈവം സ്ത്രീക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ഗർഭധാരണം. അവൾ അമ്മയാകുക എന്ന് പറയുന്ന പരമഭാഗ്യമാണ്. എന്നാൽ എന്താണ് ഇപ്പോൾ നോക്കിക്കേ, ഇന്നത്തെ യുവതലമുറയിൽ അവർക്ക് ആർക്കും കുഞ്ഞുങ്ങൾ വേണ്ട, ഗർഭം ധരിക്കണ്ട. യുവതലമുറകളെ ലോകം മുഴുവൻ നിങ്ങൾ നോക്കണം, കുണ്ടറ കാണരുത്. ഒരു പുതിയ തലമുറ വിവാഹം കഴിഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ചിൽഡ്രൻ. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കണം. സ്വർഗം തന്ന ഗർഭഫലം ദൈവം തന്ന അനുഗ്രഹം എന്നല്ലേ ശയ്യാവ് പറയുന്നത്. ആ അനുഗ്രഹത്തെ എനിക്ക് വേണ്ട, ഞങ്ങൾ ജീവിച്ചോളാം, മക്കൾ വേണ്ടാത്തൊരു കാലം. 2, ഇനി മക്കളുണ്ടായാലോ അതിനെ ഇല്ലാതാക്കുക. നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് പറഞ്ഞു കഴിഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ നേരത്തെ ഉണ്ട്. 6 മാസം വരെയുള്ള ഗർഭം ആര് ധരിച്ചാലും ഒരു ഡോക്ടറിലേക്ക് ചെന്നാൽ ഭർത്താവുണ്ടോ വിവാഹിതയാണോ എന്നൊന്നും അന്വേഷിക്കേണ്ട. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എങ്ങനെ ജീവിക്കും? ശ്രദ്ധിച്ചു നോക്കിക്കേ, വിവാഹത്തിനെതിരെ നിയമങ്ങൾ വരുന്നത് കണ്ടോ? വിവാഹം ആർക്കും ആരെയും കല്യാണം കഴിക്കാം. കുഞ്ഞുങ്ങൾ ജനിക്കണ്ട, ജനിച്ചാൽ നശിപ്പിക്കാം, വിവാഹം മോചിക്കാം. ഇനിയും മക്കളെ കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നുണ്ടാ ബാലശിക്ഷയിൽ വളർത്താൻ. ഇന്ന് ബാലശിക്ഷയെ വളർത്തിയാൽ തിരിച്ചടി കിട്ടും അല്ലേ? കുഞ്ഞുങ്ങളെ കുറിച്ച് എന്നാ പറഞ്ഞത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇത് വല്ലതും ഉണ്ടോ? എന്താ കാര്യം? ക്രൈസ്തവ സഭയ്ക്ക് ലോകത്തിൽ വചനപ്രകാരം പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടായെന്ന് കണ്ടെങ്കിൽ അടുത്ത സംഭവം നടക്കാൻ പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട കാന്തയായ സഭയെ ചേർക്കുവാൻ മണവാളനായ കർത്താവിത ഈ തലമുറയിൽ ആകാശമേഘത്തിൽ വരുന്നു. വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ള ലക്ഷണം ഇതാണ്. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും ഒക്കെ ഈ ലോകത്തിൻ്റെ സിസ്റ്റം മാറാൻ പോകുന്നതിനാണ്. വേറൊരു പൈശാചിക ഭരണം ഈ ലോകത്തിൽ വരാൻ പോകുന്ന ഈ തലമുറയിൽ അതിൻ്റെ സിസ്റ്റമാണ് ക്ഷാമം, ഭൂകമ്പം, കൊടുങ്കാറ്റ്. ഇതെല്ലാം അതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാതെ കർത്താവിൻ്റെ വരവിൽ തൻ്റെ കാന്ത എടുക്കപ്പെടുന്നതിന് അടയാളമല്ല അതൊന്നും. കർത്താവിൻ്റെ വരവിൽ തൻ്റെ കാന്ത എടുക്കപ്പെടുന്നതിന് അടയാളമാണ്. നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. നിയമങ്ങളെല്ലാം എതിരാകുന്നു. ഒരാരാധനാലയം സ്ഥാപിക്കാൻ ഒക്കത്തില്ല. ഈ പൈസ കയ്യിലുണ്ടോ? ഈ കുണ്ടറ ഒരു 5 നക്ഷത്ര ഹോട്ടൽ വേണോ? ഒറ്റ ആഴ്ചക്കകം അനുവാദം കിട്ടും. വേണ്ടി വന്നാൽ വേണ്ടപ്പെട്ടവരൊന്ന് ഉദ്ഘാടനവും ചെയ്യും. എന്നാൽ ഒരു ആലയം പണിയാൻ ചെന്നേ നടക്കത്തില്ല. ഇവിടെ ആരാധനയ്ക്കല്ലാതെ വേറെ എന്തെങ്കിലും ഇതിലുണ്ടോ? ഏത് സംവിധാനവും പാതിരാവരെ വെച്ച് പാടാൻ ലോകം മുഴുവൻ. പക്ഷെ സുവിശേഷ പ്രസംഗം 9 ആകുമ്പോൾ നിർത്തിയിരിക്കണം. ഇതെല്ലാം ശരിയാണോ? എന്താ കാര്യം? നമുക്ക് യോഗ്യമല്ലാത്തൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞു. ഇത് നമ്മളെക്കാൾ മുമ്പേ അറിയുന്നു. കർത്താവേ, പിടിച്ചു നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറം നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഇത്ര മഹാമ്ലേച്ഛതയ്ക്കകത്താ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. അതിൻ്റെ ഈ ശാസ്ത്രത്തിൻ്റെ സംഭാവനയായ ഡിവൈസുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് കുമിഞ്ഞു കൂടിക്കിടക്കുന്ന ചെളി. അതെല്ലാം കുഞ്ഞുങ്ങൾ ഇത് കണ്ട് വളരണമെങ്കിൽ ആരായിത്തീരും. അപ്പോൾ സ്വർഗം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കുണ്ടറയിൽ, കോട്ടയത്ത്, തിരുവനന്തപുരത്ത്, അമേരിക്കയിൽ എത്രത്തോളം സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കും? കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ എൻ്റെ കർത്താവ് പറയും, മതി, ഇവിടെ കയറി വരുവീനെന്ന് പറയും. നാം ഈ തലമുറയിൽ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടും. അത് കഴിഞ്ഞാണ് സംഭവം. ഈ ലോകം സത്താൻ ഭരിക്കും. അവന്റെ ഭരണത്തിൽ കീഴിലാകും. അതുകൊണ്ടാണ് അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അശുദ്ധനെ അശുദ്ധി നടക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എനിക്കുണ്ട്. ദൈവഭക്തിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ കുറിച്ച് പറഞ്ഞല്ലോ. അവരെങ്ങനെയാണ്? അവരിൽ പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ പൗരത്വമുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? നമുക്കൊരു രാജ്യത്തിൽ പോകണമെങ്കിൽ ആ രാജ്യത്തിലെ പൗരത്വം ഉണ്ടെങ്കിൽ ഈസി അല്ലേ? ഇതുപോലെ സ്വർഗത്തിൽ പൗരത്വം ഉണ്ടെങ്കിൽ നാം എടുക്കപ്പെടും. ആ പൗരത്വമുള്ളതിൻ്റെ അടയാളം പാസ്പോർട്ടിലല്ല, അതിൻ്റെ അടയാളം ശരീരത്തിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിന്റാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. സ്വർഗത്തിൽ പൗരത്വമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. അതൊരു സഭയ്ക്ക് കിട്ടുന്നതല്ല. പൗരത്വം നേടിയവർക്ക് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ചവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ളതായ സ്വർഗത്തിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും പരിശുദ്ധാത്മാവ്. നമ്മളൊരു കടയിൽ ചെന്ന് സാധനം മേടിച്ച് പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ സീലടിച്ച് റിസീവ്ഡ് എന്നിടുന്ന പോലെ സ്വർഗം എന്നെ നിങ്ങളെ കൈക്കൊണ്ടതിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകമുള്ളവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ.
അത് വളരെ വ്യക്തമാണ്. എഫേസ്യ ലേഖനം 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കാഹളം ധ്വനിക്കും. ദൈവത്തിന്റെ കാഹളം, പ്രൈസ് ദി ലോർഡ്, പ്രധാന ദൂതന്റെ ശബ്ദം. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കർത്താവ് പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, കർത്താവ് താൻ ഗംഭീരനാദം, കർത്താവിന്റെ ഗംഭീരനാദം ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർത്തുവാൻ, പ്രധാന ദൂതന്റെ ശബ്ദം സാത്താന്യ ശക്തികളെ ഭൂമിയിൽ തള്ളിയിടുവാൻ, ദൈവത്തിന്റെ കാഹളം ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തുവാൻ. ഈ കാഹളം കേൾക്കുന്നത് ചെവിയിലല്ല, അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് കേൾക്കുന്നത്. അഭിഷേകത്തിന്റെ ശക്തിയില്ലാത്ത ഏത് മിടുക്കനും, ഏത് സഭാ നേതാവും, ഏത് മത നേതാവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലേ എടുക്കപ്പെടത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെടണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ജീവിതമായിരിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ പ്രധാന ലക്ഷണം അവൻ ആത്മാവിൽ ആരാധിക്കും. പരിശുദ്ധാത്മാവിന്റെ ലക്ഷണം, പഞ്ചസാരയുടെ ലക്ഷണം എന്താ? മധുരം അല്ലേ? അതതിന് സൈന, അത് ഗ്ലൂക്കോസ് ആണ്, അതിന് മധുരമാണ്. പഞ്ചസാരയുടെ സൈൻ അതാണ്, ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്. അത് അമേരിക്കയിലെ പഞ്ചസാരയ്ക്ക് മധുരവാ, കേരളത്തിലെ പഞ്ചസാരയ്ക്ക് മധുരവാ അല്ലേ? ഗ്ലൂക്കോസ്. ഇതുപോലെ ഒരു വ്യക്തിക്കകത്ത് അഭിഷേകമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളമാണ് അവത്തിലേക്ക് നോക്കുന്നതാണ്. ആരാധന കാണുകയല്ല, ആരാധനയിൽ പങ്കെടുക്കുകയല്ല, ആത്മാവ് കഴിഞ്ഞു എല്ലാ രാജ്യങ്ങളിലും. അപ്പോൾ മനസ്സിലാക്കിക്കോണം, സ്വർഗം നോക്കുക, നമ്മളെ നോക്കി കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക. നമ്മളെ മേൽ ഏറ്റവും അധികം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ സ്വർഗം നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നിൽക്കാൻ മേല. നിയമങ്ങളെല്ലാം വിരുദ്ധമായിട്ട് വരുന്നു, ധാർമ്മിക നിയമങ്ങൾ. ഇതിനേക്കാൾ ദുഷ്കരമായ നിയമം വരാൻ പോകുന്നു. ആർക്കും ആരെയും കല്യാണം കഴിക്കാം, അപ്പന് മകളെ കല്യാണം കഴിക്കാം. ചിന്തിച്ചേ, അന്തരീക്ഷത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ 98.4 അല്ലേ? അത് നോക്കിക്കേ, ലോകത്തിലെ സകല മനുഷ്യരുടെയും. സായിപ്പ് വെളുത്തായതുകൊണ്ട് 1 ഡിഗ്രി പനിയൊന്നും ടെമ്പറേച്ചർ ഒന്നും കൂടുതലില്ല, അതുകൊണ്ട് അവന് പനിയാണ്. എല്ലാവർക്കും 98.4 ഡിഗ്രി. എന്താ ഈ ലോകത്തിൽ ജീവിക്കാൻ? ആ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ മേലാത്ത രീതിയിൽ പ്രകൃതി മാറിക്കഴിഞ്ഞില്ലേ? ആ ഒറ്റ വാക്കിൽ അവിടെ ഞാൻ നിർത്തുക. അതാണ് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യം. നമ്മുടെ ഏറ്റവും വിഷയം, ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും. വായിക്കാം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് റെവല്യൂഷൻ ചാപ്റ്റർ 13:1. എടുത്തവരാരെങ്കിലും വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും, 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 10 കൊമ്പുള്ളത് 2600 വർഷം മുമ്പ് ദാനിയേൽ പറഞ്ഞെങ്കിൽ അത് നിവർത്തിക്കുന്ന വർഷമാണ് 2022-23. ഇപ്പോൾ അതാണ് യൂറോപ്യൻ യൂണിയൻ. അസ്തമിച്ച റോമൻ സാമ്രാജ്യമാകുന്ന 4-ാം ഘോര മൃഗത്തിന്റെ തലയിൽ ഒരു വല്ലാത്ത 10 കൊമ്പുകൾ. 4-ാമത്തെ മൃഗം, ഘോരമൃഗം, ദാനിയേൽ 6-ാം വാക്യം 7-ാം വാക്യം. റോമൻ സാമ്രാജ്യം, അതിന്റെ തലയിൽ 10 കൊമ്പുകൾ. അത് നിവർത്തിച്ചപ്പോഴാണ്, അത് പൂർണ്ണമായിട്ട് നിവർത്തിച്ചതിന് അടയാളമാ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ UK ജോലി കിട്ടിയത്. അതിനൊരു അടയാളമാണ് നിവർത്തിച്ചു. കാരണം ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ 12 രാജ്യങ്ങൾ ചേർന്നാണ് യൂറോപ്യൻ യൂണിയൻ. ഈ 12 രാജ്യവും അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരം, വസ്ത്രധാരണം, ഭക്ഷണരീതി, ഗൃഹനിർമ്മാണം, ശവസംസ്കാരം, വിവാഹം. കറക്റ്റ് ആണല്ലേ? അതിൽ ജർമ്മനിയും ഫ്രാൻസും ഒറ്റ യൂണിയൻ, ESCC, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. അപ്പോൾ 11. പോയി ബ്രിട്ടൻ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ബ്രിട്ടൻ വെളിച്ചാടി. ഞങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധമില്ല. അങ്ങനെ കറക്റ്റ് 10 കൊമ്പ് യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ വെളിച്ചാടിയപ്പോൾ അതിന്റെ പ്രതികാരം എന്ന വണ്ണം ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന യൂറോപ്യൻ രാജ്യത്തിലെ മുഴുവൻ കുട്ടികളും, പാസ്സായ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ജോലി വേണമെന്ന് തിരിച്ച് അവരുടെ നാട്ടിൽ പോയി. അങ്ങനെയാണ് യൂറോപ്പിൽ, ഈ ബ്രിട്ടനിൽ ഇത്രയും ജോലി വേക്കൻസി. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ പോകുന്നില്ലേ UK-യിലേക്ക്? ഇവിടുന്ന് പോയില്ലേ മാമേ? കാരണം അതാ. അപ്പൊ കുഞ്ഞ് പ്ലെയിനെ കയറി പറന്നപ്പോ ഓർത്തോണം, അത് നല്ല കാര്യം, തമ്പുരാന്റെ വചനം നിവർത്തിച്ചു. നമ്മൾ ആ ഭാഗവും കൂടെ കാണണം. മോള് പോയത് നല്ലത്, മോൻ പോയത് നല്ലത്, പക്ഷേ മറുഭാഗത്തെ വചനം നിവർത്തിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ്. അതിനിടയിൽ എതിർ ക്രിസ്തു വരും. 10 കൊമ്പ്, 7 തല, 7 ഭൂഖണ്ഡം.
10 രാജമുടി. അവൻ എങ്ങനെ ഭരിക്കും? വെളിപ്പാട് 13:7 വ്യക്തമായി പറയുന്നു. വെളിപ്പാട് 13:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. അവിടെ ആളുകൾ എല്ലായിടത്തും തിരിക്കാനൊക്കത്തില്ല. ഓക്കെ, പറഞ്ഞാട്ടെ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം. സകല ഗോത്രത്തിന്മേലും. ശ്രദ്ധിച്ചേ, ബൈബിളിലെ വാക്യത്തിന്റെ ആഴമായ അർത്ഥം കേട്ടോണം. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരവും ലഭിച്ചു. ഒരു വ്യക്തിക്ക് സകല ഗോത്രത്തിന്മേലും, ജാതിമേലും, ഭാഷമേലും അധികാരം. ഞാൻ ഏതാനും കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാ. പബ്ലിക്കിൽ പറയാം, ഒന്നുകൂടെ പറയാം. എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടുകൊള്ളുക. സകല ഗോത്രത്തിലും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യർ, സകല ഗോത്രം, സകല ജാതി, സകല വംശം, സകല മനുഷ്യർ. ലോകത്തിൽ അന്ന് ജീവിക്കുന്ന, കർത്താവിന്റെ വരവാകുന്ന റാപ്ചറിന് ശേഷം ജീവിക്കുന്നവർ, കർത്താവ് വന്നതിന്റെ സഭയെ എടുക്കപ്പെട്ട ശേഷം ലോകത്തിൽ ജീവിക്കുന്ന ആ ആളുകൾക്ക് എല്ലാം അവൻ കൺട്രോൾ ചെയ്യും. നടക്കുമോ? എത്ര? 6500 ഭാഷ, 2 ലക്ഷം സംസ്കാരം, കറുത്തവർ, വെളുത്തവർ, ഇരുനിറക്കാർ, മഞ്ഞ നിറക്കാർ, വിദ്യാസമ്പന്നർ, വിദ്യാഭ്യാസമുള്ളവർ, മഹാധനവാന്മാർ, ദരിദ്രർ, സാധാരണക്കാർ, ബിസിനസ്സുകാർ, ശാസ്ത്രജ്ഞന്മാർ, തീവ്രവാദികൾ, എല്ലാരെയും എങ്ങനെ ഒരുത്തൻ കൺട്രോൾ ചെയ്യും? നടക്കുമോ? സാമ്പിൾ വെടികെട്ട് നടന്നത് കണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സൺഡേ സ്കൂളിൽ നിന്ന് വൈപ്പിക്കുകയൊക്കെ ആനിവേഴ്സറിക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പ്ലേ ചെയ്തില്ലേ, റിഹേഴ്സൽ എന്ന് പറയും. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ നേരെ വന്ന് പാടുകയാണോ സൗകര്യമൊക്കെ? ഇല്ല, അവർ പാടി പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് പാടിയത്, അല്ലെങ്കിൽ പാട്ട് വേറെ പാട്ടായിട്ട് പോകും. ഒരു റിഹേഴ്സൽ നിങ്ങൾ കണ്ടോ? 35-30 രൂപ വിലയുള്ള സോപ്പിന്റെ കോമളയെ അതിജീവിക്കാൻ മേലാത്ത വൈറസാണ് കൊറോണ വൈറസ്. 30 രൂപയുടെ സോപ്പിന്റെ കോമളയ്ക്കകത്ത് ചത്തുപോകുന്ന, അതിൽ കൂടി ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചോ? മുഴുവൻ ആളുകളെ ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നോ? ഒരു വെടി പൊട്ടിക്കാതെ. ശ്രദ്ധിച്ചേ, ഈ കഴിഞ്ഞ 30 വർഷത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. 30 അല്ല 40 വർഷത്തെ മനുഷ്യന്റെ പുരോഗതിയുടെ ചില പ്രത്യേകതയിൽ ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു യാത്ര. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര യാത്രയില്ല. അത്യാവശ്യത്തിനോ ജോലിക്കോ മാത്രമേ യാത്രയുള്ളൂ. ഈ കഴിഞ്ഞ 40 വർഷത്തെ യാത്ര 5 കാര്യങ്ങൾക്കാ. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ഔദ്യോഗിക കാര്യങ്ങൾക്ക്, വിനോദയാത്ര. 5 അനാവശ്യത്തിനൊരു യാത്ര. എവിടെ പോവാ? ചുമ്മാ കവലവരെ. വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല, ഒരു കുരുരുപ്പ വണ്ടിയും കയ്യിരിപ്പുണ്ട്. എവിടെ പോവാ? കവലവരെ. ഇതാണ് അനാവശ്യ യാത്ര. ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, ഔദ്യോഗിക യാത്ര. നോക്കിക്കേ, വിനോദയാത്ര, അനാവശ്യ യാത്ര. മുഴുവൻ പൂട്ട് വീണോ? വീട്ടിൽ ഒതുങ്ങിയോ? ബമ്പർ ടു ബമ്പർ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്ന ഹൈവേ ശൂന്യമായോ? ലോകം മുഴുവൻ കേരളത്തെ കാണരുത്, ലോകം മുഴുവൻ കാണണം. ഹൈവേ മുഴുവൻ ശൂന്യമായോ? ട്രെയിൻ പാളത്തിൽ കുറുക്കനും കോഴിയും വന്ന് കിടന്നില്ലേ? ഒറ്റ ട്രെയിൻ ചലിച്ചോ? എയർപോർട്ടുകൾ കംപ്ലീറ്റ് നിശ്ചലം. 2500 ഫ്ലൈറ്റ് പൊങ്ങുന്ന അറ്റ്ലാന്റയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ ജമ്മുവിലെ 5 പ്ലെയിൻ പൊങ്ങുന്ന കുഞ്ഞു പ്ലെയിൻ എയർപോർട്ട് വരെ കംപ്ലീറ്റ് ശൂന്യം. ശരിയാണോ? ആരെങ്കിലും യാത്ര ചെയ്തോ? യാത്ര കംപ്ലീറ്റ് സ്റ്റോപ്പായോ? അപ്പൊ സ്റ്റോപ്പ് ആക്കാം, വേണ്ടി വന്നാൽ. അല്ലേ, വേണ്ടി വന്നാൽ സ്റ്റോപ്പ് ആക്കാം. അടുത്തത് മനുഷ്യന്റെ ഇന്നത്തെ തലമുറയെ കുറിച്ച് പറഞ്ഞാൽ, പഴയ കാലത്ത് ആ പ്രായമുള്ള അമ്മച്ചിമാരിപ്പുണ്ട്. പെൺകുട്ടികൾ വളർന്ന് പ്രായമായി വന്നാൽ അവരെ ആദ്യം എന്ത് ചെയ്യും? കറി വെക്കാൻ പഠിപ്പിക്കും അമ്മച്ചിമാർ. എൻ്റെ പെങ്ങന്മാരെയൊക്കെ അമ്മച്ചി പഠിപ്പിച്ച് എനിക്ക് ഓർമ്മയാണ്. എനിക്ക് 9 പെങ്ങന്മാരാ. അവരെല്ലാം 4 പേരും എല്ലാവരും മരിച്ചു വന്ന് 2 പേരേ ഉള്ളൂ. അവരെയൊക്കെ കറി വെക്കാൻ പഠിപ്പിച്ച് ചെവിക്ക് പിടിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തിനാ? കല്യാണം കഴിച്ച വല്ല വീട്ടിൽ ചെന്നാൽ അമ്മായിയമ്മ കുത്തതി. ഇന്ന് അമ്മായിയമ്മ മരുമകൾ തിരിഞ്ഞു കുത്തുന്ന കാലം, അത് പോട്ടെ, കറി വെക്കാൻ പഠിപ്പിക്കും. പക്ഷെ ഇന്നത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് നേരവുമില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും നേരമില്ല. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ നല്ല സൂപ്പറായിട്ട് സാമ്പാറും അവിയലും എങ്ങനെ വെക്കും, മീൻകറിയും. അവർക്കറിയാം ടെക്നോളജി. ആരും പഠിപ്പിക്കേണ്ട. എന്നാ ചെയ്യും? കമ്പ്യൂട്ടർ അങ്ങോട്ട് തുറക്കും, യൂട്യൂബ് തുറക്കും, ഇപ്പോഴത്തെ ഗ്യാസും തുറക്കും, എല്ലാം അടിപൊളി കറി അല്ലേ. എന്നിട്ടും ആഴ്ചയിൽ ഒരിക്കൽ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയില്ലേ ലോകം മുഴുവൻ? തീർന്നോ? നിന്നോ? 3 സംസ്കാരത്തിന്റെ ലക്ഷണമായിരുന്നു ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ. ലോകം മുഴുവൻ സകല മതങ്ങളുടെയും സകല ആളുകളുടെയും സകല ആഘോഷങ്ങളും നിരോധിച്ചോ? നിരോധിച്ചോ? നിങ്ങളതിന് സാക്ഷികളല്ലേ, ഞാനും നിങ്ങളും.
മനുഷ്യൻ്റെ ആഘോഷങ്ങൾ മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും. കേരളത്തെ കാണരുത്, ഇന്ത്യയെ കാണരുത്, ഹോൾ വേൾഡ്, ചൈന, ജപ്പാൻ, അമേരിക്ക മുഴുവൻ രാജ്യങ്ങളും നിരോധിച്ചില്ലേ? ഒരാഘോഷങ്ങളുമില്ല, ശൂന്യത സംഭവിച്ചോ? അടുത്തത് മനുഷ്യരുടെ മറ്റൊരു ഹരമായിരുന്നു ഒത്തുചേരൽ, ഗെറ്റ് ടുഗദർ. കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, അല്ലെ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ബർത്ത്ഡേ അല്ലെങ്കിൽ മാര്യേജ് ആനിവേഴ്സറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ഒന്നിച്ചു ചേരും, ഭക്ഷണം കഴിക്കും. നിർത്തിയോ? വിവാഹം 2500 പേരെ പങ്കെടുപ്പിച്ചൊരു വിവാഹ ശുശ്രൂഷ ഞാൻ ആശീർവദിച്ചു. അതേ ഓഡിറ്റോറിയത്തിൽ 27 പേരെ പങ്കെടുപ്പിച്ച് നടത്തേണ്ടി വന്നു. 27ാമനെ കയറ്റിയപ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാറേ എൻ്റെ പേരിൽ ഒരാളെ കൂടെ കയറ്റി വിടാൻ. അങ്ങനെയാ കയറ്റിയത്. എവിടെ നിൽക്കുന്നു ലോകം? അടുത്തത് നിങ്ങൾ നോക്കിക്കേ, ഒരു കൊടക്കീഴിൽ കൊണ്ടിരുന്ന് നിങ്ങൾ ഗൗരവത്തിൽ കാണുക. സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും ഭാഷമേലും അവൻ അധികാരം. വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വരുമായിരുന്നോ? നമ്മൾ പോകുമായിരുന്നോ? ഗസ്റ്റ് വരുന്ന കേട്ടാ മുറുമുറുക്കത്തില്ലേ? വരാൻ കണ്ട സമയം കണ്ടോ, പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റാ. നമ്മളേതെങ്കിലും വീട്ടിൽ പോകുമായിരുന്നോ? ഇല്ല. അതിനടുത്തതാണ് ഏറ്റവും ഗൗരവം. ശാസ്ത്രീയമായിട്ട് സാത്താൻ കളിക്കാൻ പോവുകയാണ്. എവിടെയാ മോനെ ജോലി? എവിടെയാ മോളെ ജോലി? അത് വീട്ടിലിരുന്ന വർക്ക് ഓൺ ഹോം അല്ലേ? അപ്പച്ചനും അമ്മച്ചിക്ക് സന്തോഷം. പക്ഷെ അവരറിയുന്നില്ല 8 hours ആണ് ഒരാളുടെ ജോലി സമയം. ലോകം മുഴുവൻ ഇന്നത്തെ നിയമം അല്ലേ? ഈ വർക്ക് ഓൺ ഹോം എന്ന് പറഞ്ഞാൽ 8 അല്ല, മിനിമം 15 മണിക്കൂർ ഇരുത്തും. അവിടെ ഇരുത്തുകയല്ല, അവന്റെ ബ്രെയിൻ, അവളുടെ ബ്രെയിൻ സിസ്റ്റത്തെ വലിച്ചൊടച്ച് തകർത്ത് ഒരേ ഇരിപ്പിൽ നടുവും കൈയും കാലും മസിലും എല്ലാം കളഞ്ഞ് സകലതും ബന്ധവും വിട്ട്, മക്കളും വേണ്ട, ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, ഈ സൂത്രത്തിൽ അത് കയറിയിരുന്ന് 10 മണിയാവുമ്പം ശവം പോലെ കട്ടിലെ വീഴുക. അടുത്ത ദിവസം കയറിയിരിക്കുക. ഒരുവൻ സകല ആളുകളെയും മാനസികമായി തകർത്ത് തരിപ്പണമാക്കുവാൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അലങ്കാര ഭാഷയിൽ വർക്ക് ഓൺ ഹോം എന്ന് പറഞ്ഞ് നല്ല പേരിൽ മനുഷ്യൻ നിയന്ത്രിക്കപ്പെട്ടോ? ശരിയാണോ ഇതെല്ലാം? അടുത്തത് പറയട്ടെ. എന്തോ ഭീതി, പട്ടിണി വരും എന്നുള്ള പേടിയിൽ അന്ന് മേടിച്ച് വെച്ച ചെറുപയർ ഇപ്പോഴും അമ്മാമ്മ വീട്ടിൽ ഇരിപ്പില്ലേ? അതോ എടുത്ത് കളഞ്ഞോ? എൻ്റെ ഭാര്യ 4 കിലോ എടുത്ത് കളഞ്ഞു. ഞാൻ എൻ്റെ കാര്യം പറയാം. മകള് മേടിച്ചുകൊണ്ട് കൊടുത്താ, മമ്മി സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞു. ഒടി 4 കിലോ എടുത്ത് കളയേണ്ടി വന്നു. കുത്തല് വീണു. എന്താ ഒരു ഭീതി? ഏറ്റവും ഒടുവിൽ മനുഷ്യവർഗം ഉണ്ടായത് മുതൽ ഇന്നുവരെ ഒറ്റ മതത്തിൻ്റെയും ആരാധന നിരോധിച്ച കാലം വന്നിട്ടില്ല. ഉണ്ടോ? ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും മുസൽമാന്റെയും സകലവിധ ദൈവവിശ്വാസികളുടെയും ആരാധന അവൻ ബാൻ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ തെളിവാണ് കോവിഡിന്റെ മറവിൽ സകല മതങ്ങളുടെയും ആരാധന നിർത്തി. ഈ സാമ്പിൾ വെടിക്കെട്ടിൽ ജയിച്ചില്ലേ? സ്തോത്രം. എന്നാൽ ദൈവമക്കൾ അതിനകത്ത് സൂമിൽ ആരാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികൂലം ശക്തിയായി വരും. ഇതിന്റെ അർത്ഥം ഒരുവൻ ലോകത്തെ ഭരിക്കും. ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് വേണ്ടി. അവന്റെ പേരാണ് വേദപുസ്തക ഭാഷയിൽ ആന്റി ക്രൈസ്റ്റ്. ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷ കേൾക്കണമോ? ബുദ്ധിജീവികളുടെ ഭാഷ വേൾഡ് റൂളർ. ഒരു പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യത്തിലും ഭരിക്കുന്നത് പ്രഗത്ഭന്മാരാ. അമേരിക്ക മുതൽ ഇന്ത്യ വരെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ പ്രഭുക്കന്മാരാ. പക്ഷെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ. അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ മുറുമുറുപ്പ്. ചൈനയും ഇന്ത്യയും തമ്മിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അമേരിക്കയും ക്യൂബയും തമ്മിൽ, ബ്രിട്ടനും മറ്റു രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം. അത് യുദ്ധത്തിന് മരുന്നിടും. യുദ്ധമുണ്ടായാൽ ആറ്റം യുദ്ധം വന്നാൽ സംഗതി തീരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ നോക്കിക്കൊണ്ട് എത്ര കൃത്യമാണെന്ന്. എല്ലാ രാജ്യങ്ങളിലെയും അധികാരികൾ ഇരിക്കട്ടെ അവരുടെ പരമാധികാരത്തിൽ. അപ്പോൾ ഇവരെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പൊതു മനുഷ്യനെ കണ്ടുപിടിക്കാം. നയമുള്ളവൻ, ബുദ്ധിയുള്ളവൻ, വിദ്യാഭ്യാസമുള്ളവൻ, വാചാലമായി സംസാരിക്കാൻ കഴിവുള്ളവൻ, തീരുമാനമെടുക്കുവാൻ പ്രാപ്തൻ, അവന്റെ കയ്യിലോട്ട് ലോകം ഒന്ന് കൊടുക്കാൻ, കോർഡിനേറ്റ് ചെയ്യാൻ അവന് വേൾഡ് റൂളർ എന്ന് പേരിടാം എന്ന് അവർ പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, നയബുദ്ധിയാൽ കാര്യം സാധിപ്പിക്കുന്ന ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും. അതാണ് ആന്റി ക്രൈസ്റ്റ്. അതാണ് 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു മൃഗം. അവൻ വന്നു കഴിഞ്ഞു. അവൻ 10 രാജമുടി ഒന്ന് വായിച്ചേ. വെളിപ്പാട് 13:1 വായിച്ചേ. റെവല്യൂഷൻ 13:1
അപ്പോൾ 10 കൊമ്പും 10 കൊമ്പും 7 തലയും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. രാജമുടിയെ കുറിച്ച് അല്പം ഞാൻ പറയും. ഈ ലോകം എന്താ, ഈ ലോകത്തിന് അവൻ ഭരിക്കാൻ എങ്ങനെ സാധിക്കും? ഇന്ന് അവൻ വേദപുസ്തക പ്രകാരവും സയന്റിഫിക്കലും ആളുണ്ട്, വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് അവൻ വെളിപ്പെടുന്നില്ല? ഒറ്റ കാരണം, ഈ റോഡിൽ ഇതൊരു കാടാന്ന് സങ്കല്പിച്ചേ, സിസ്റ്ററിന്റെ ഈ വീട് ഒരു ഫോറസ്റ്റാന്ന് സങ്കല്പിച്ചേ. ഇവിടെ ഒരു സിംഹം കിടക്കുന്നു, ആ റോഡിൽ കൂടെ ഒരു പുലി വരുന്നു. സിംഹത്തെക്കാൾ പുലിക്ക് വേറൊരു ക്വാളിറ്റി ഉണ്ട്, പുലി മരത്തേലും കയറും. പക്ഷെ കാര്യമൊക്കെ ശരിയാ, അത് ഇങ്ങോട്ട് വരിക, ഇവിടെ കിടക്കുന്ന സാധനം പുലിയാ, അത് വാലും ചുരുട്ടി മാറി നിൽക്കും. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്. 2 തെസ്സലോനിയർ 2:7 പറയുന്നു, അധർമ്മത്തിന്റെ മർമ്മം വായിച്ചേ, അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു. വായിച്ചേ 2 തെസ്സലോനിയർ 2:7. വായിച്ചേട്ടെ, 2 തെസ്സലോനിയർ 2:7. ബാക്കി ഞാൻ പറഞ്ഞിട്ട് വായിക്കാവുള്ളൂ സിസ്റ്റർ. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നതിന് അടയാളമാണ് പേപ്പർ തുറന്നാൽ വായിക്കാൻ മേലാത്ത വാർത്തകൾ, TV ഓൺ ചെയ്താൽ കേൾക്കാൻ മേലാത്ത വാർത്തകൾ, മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഹീനമായ വാർത്തകൾ, ചാതിവ്, വഞ്ചന, കൊലപാതകം, തട്ടിക്കൊണ്ടുപോക്കൽ, വ്യാജ കേസുകൾ നിങ്ങൾ കാണുന്നില്ലേ? റാഗിങ്, പിടിച്ചുപറി, മോഷണം, എല്ലാ വിധത്തിലും അതിനനുകൂലമായ ഒരു ലോകം. നമ്മുടെ കർത്താവ് പോലും പറഞ്ഞത് ഈ അനാചാരം, സദാചാര വിരുദ്ധമായി ജീവിച്ച ആളുകളെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിച്ചതും കർത്താവ് പറഞ്ഞ വാക്ക് വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലേ? നിങ്ങൾക്ക് മുമ്പ് ചുങ്കക്കാരും വേശ്യമാരും സ്വർഗരാജ്യത്ത് വേശ്യമാരെന്നാ പറഞ്ഞത്. ഇന്ന് ആ വാക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല, അറിയാമോ? അവരുടെയൊക്കെ പേര് മാറ്റി. അങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ഒരു പോലീസിനെ. അവരുടെ പേര് മാറ്റി, അവർക്ക് പരിഷ്കരിച്ചൊരു പേര് കൊടുത്തു. ആ പേരാണ് എന്നറിയാവോ? ലൈംഗിക തൊഴിലാളികൾ. ചുമട്ട് തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, തോട്ടം തൊഴിലാളി എന്ന് പറയുന്നവരാണ് ഇതും ലൈംഗിക തൊഴിലാളി, സെക്സ്വൽ ലേബർ. ലോകം മുഴുവൻ കണ്ടോ, തകർന്നോ അധർമ്മം, തകർന്നോ. ഇത് പരം തകർക്കാനുള്ള പച്ചയ്ക്ക് പച്ച പറയുക. ഒരു ഭാഗത്ത് പരിഷ്കാരം, സംസ്കാരം ആകാശത്തോളം മുക്കുന്നു, മറുഭാഗത്തെ സദാചാരത്തിന് പച്ചക്കൊടി കാണിക്കുന്നു. എവിടെ നിൽക്കുന്നു? അധർമ്മത്തിന്റെ മർമ്മം. അവരെ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, അവര് ലൈംഗിക തൊഴിലാളിയാ, അവർ ജോലിയാണ്. സെക്സ്വൽ ലേബർ എന്നാ ഇംഗ്ലീഷിൽ, മനസ്സിലായോ? നമ്മൾ പറയത്തില്ലേ ചുമട്ട് തൊഴിലാളി, ഹാർഡ് വർക്ക് ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി എന്നൊക്കെ പറയും. ജീവൻ പണയം വെച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി, മരംവെട്ട് തൊഴിലാളി, ആ കൂട്ടത്തിൽ ഇവരെയും കയറ്റിവിട്ടു. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു. തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. എന്തുകൊണ്ട് ഈ കളി നടക്കുന്നില്ല? കൂടുതൽ സാത്താന്റെ ശക്തിയേക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒന്ന് ഈ ഭൂമിയിലുണ്ട്. അത് ആറ്റൽ ശക്തിയല്ല, ഏതെങ്കിലും രാജ്യത്തിന്റെ ഡോളറോ പണമോ അല്ല, ആയുധമല്ല, ദൈവത്തിന്റെ ശക്തിയാണ് ആ ശക്തി. സാത്താന്റെ ശക്തിയെ വെല്ലുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതെവിടെയാണുള്ളത്? അതൊരു കെട്ടിടത്തിലല്ല, രക്ഷയുടെ അനുഭവമുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. ആ ശക്തിയുള്ള കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഇനി വായിച്ചേ, അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നു. തടസ്സപ്പെടുത്തുന്നത് എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. കർത്താവിന്റെ വരവിൽ അഭിഷേകമുള്ള സകല ദൈവമക്കളും രൂപാന്തരപ്പെട്ട് ലോകത്തിന്റെ എല്ലാ കോണിലും എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ല. അന്ന് ഈ ലോകം യഥാർത്ഥത്തിൽ വിത്തൗട്ട്. അതാ വിത്തൗട്ട്. അല്ല, ചായക്കകത്ത് പഞ്ചാരിടുന്ന അല്ല വിത്തൗട്ട്, ഒറിജിനൽ വിത്തൗട്ട്. പരിശുദ്ധാത്മാവിന്റെ ചലനമില്ലാത്ത ഒരു ഭൂമി. അവൻ കയറി പ്രവർത്തിക്കും. അവന് പ്രവർത്തിക്കാൻ പറ്റിയ സമയമായിരിക്കും. എല്ലാം നല്ലതെല്ലാം പോകും. എന്റെ പ്രഭാഷണം കേൾക്കുന്നവര് അന്ന് ജീവിക്കാൻ പോകുന്നവരെ കുറിച്ച് ദുഃഖിക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. മരിക്കാൻ ആഗ്രഹിക്കും, അറിയാവോ? മരണം നടക്കത്തില്ല, സയൻസ് തെളിയിച്ചു. ആ കാലത്ത് മനുഷ്യൻ, വെളിപ്പാട് 9:6 പറയുന്നു, ആ കാലത്ത് മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും, കാണുകയില്ലതാനും. ആത്മഹത്യ ചെയ്യാൻ ചാടത്തേ ഉള്ളൂ, കെട്ടിത്തൂങ്ങിയാലും ജാഗത്തില്ല. ശരീരത്തിനകത്ത് ഒരു പ്രത്യേക സിസ്റ്റം വന്നാൽ ജീവൻ തുടിച്ചുകൊണ്ടിരിക്കുമെന്ന് വേദപുസ്തകം നമ്മളെ സയൻസ് പഠിപ്പിക്കുന്നു. അന്ന് തമ്പുരാൻ അത് സ്പ്രേ ചെയ്യും. വല്ലാത്തൊരു ലോകം വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ഭൗമികമായ സുഖങ്ങളിലും സൗഖ്യങ്ങളിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അതെല്ലാം ഏത് നിമിഷവും തീർന്നു പോകുന്നതാണ്. ധനം നിന്നുപോകും, പേര് നിന്നുപോകും, ആരോഗ്യം നിന്നുപോകും. ആരോഗ്യം നിൽക്കാൻ ഒരു നേരം പോലും വേണ്ട. ഞങ്ങളുടെ ചർച്ചിൽ സജീവമായിട്ട് നിന്നൊരു സഹോദരനാ, നിറഞ്ഞു നിന്നൊരു സഹോദരനാ.
ഒന്ന് വീണു, ആള് പോയി. ജസ്റ്റ് ഒന്ന് സെന്നി വീണതേ ഉള്ളൂ. ഒരു പക്ഷിക്ക് തീറ്റി കൊടുത്തതാ, വീണു പോയി. ഞാനാ സംസ്കരിച്ചത്. ബോർച്ചറി കൊണ്ട് ആ ബോഡി കാണാൻ വെച്ചു. റാന്നിന്നൊരു കൊച്ചൻ ഡ്രൈവ് ചെയ്തു വന്നത് കാണാൻ. ആ കൊച്ചൻ തിങ്കളാഴ്ചത്തെ ഫ്യൂണറലിനെ സംബന്ധിച്ചു. ചൊവ്വാഴ്ച ആ കൊച്ചനും മരിച്ചു. ആരുടെ ജീവനാ വിലയുള്ളത്? നാളെ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? പക്ഷെ ഒരു ഗ്യാരണ്ടി ഉണ്ട്, ജീവിച്ചില്ലെങ്കിലും ആത്മാവ് സ്വർഗത്തിൽ ചെല്ലും. അതാണ് രക്ഷ. ആ അനുഭവമാണ്. ലോകത്തിലെ ധനം കൊണ്ടൊന്നും നടക്കത്തില്ല. 6 അടി മണ്ണിന്റെ അപ്പുറത്ത് ഭാര്യ വരത്തില്ല, ഭർത്താവ് വരത്തില്ല, ഇഷ്ട വസ്ത്രം വരത്തില്ല, ഇഷ്ട സുഹൃത്ത് വരത്തില്ല, മക്കള് വരത്തില്ല, കൊച്ചുമക്കള് വരത്തില്ല. എല്ലാവരും സെമിത്തേരിയുടെ വാതിക്കൽ വന്ന് ഒരു തുള്ളി മണ്ണ് വാരിയിട്ട് പുറകോട്ട് പോകുമ്പോൾ ഒരാത്മീയൻ ഒരു കാര്യം അറിയാം. സെമിത്തേരിയുടെ അപ്പുറത്ത് ഒരുത്തൻ നിൽപ്പുണ്ട്, മരണത്തെ അതിജീവിച്ച കർത്താവ്. അവൻ പറയും, മകനെ മകളെ ഇങ്ങു പോരെ, ഞാൻ നിന്നെ സൂക്ഷിക്കാം. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, for to me to live is Christ and to die is again. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. പരിശുദ്ധാത്മാവ് മാറും, ഇവൻ വരും. അറിയാമല്ലോ, ആള് വരികയാണ് ഭരിക്കാൻ, ലോകം ഭരിക്കാൻ. അതിന്റെ സാമ്പിള് വെടികെട്ട് നടന്നു. വിജയിച്ചില്ലേ? വിജയിച്ചു. അവനെ ഇനിയും വായിക്കാം. വെളിപ്പാട് 13:1. റെവല്യൂഷൻ 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം. രാജമുടിയെ കുറിച്ച് മാത്രം അല്പം പറയാം. ഈ രാജമുടി എന്ന മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ബ്രൈഡൽ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു യഹൂദന്റെ നടപടിക്രമത്തെ എല്ലാ രാജ്യത്തിലെയും വിശേഷാൽ ക്രൈസ്തവർ പകർത്തുന്നുണ്ട്. അതിനാണ് രാജമുടി എന്ന് പറയുന്നത്. യഹൂദന്മാർ ആരംഭിച്ച പരിപാടിയാണ്. ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് കൊണ്ടുപോകുമ്പോൾ, കന്യകയെ അവളെ വിവാഹ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ ചിത്രത്തയിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിയിക്കണം യഹൂദ പെൺകുട്ടികളെ. അതിനുശേഷം അവളുടെ തലയിൽ ഒരു ക്രൗൺ പോലെ വയ്ക്കും. അതാണ് രാജമുടി. അതാണ് നമ്മൾ ക്രൈസ്തവരെല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഇല്ലേ? രാജമുടി വെച്ച് കല്യാണത്തിന് പോയ സൗകര്യമാർ ഇവിടെ ഇരിപ്പില്ലേ? ഇല്ലേ? ഇനി പോകുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പില്ലേ? സ്വപ്നം കാണുന്നില്ലേ രാജമുടി? ഈ രാജമുടി വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ വിവാഹത്തിന് ഒത്തിരി പെൺകുട്ടികൾ വരും. എല്ലാ പെൺകുട്ടികളും എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും നല്ലപോലെ ഒരുങ്ങിയേ വരത്തുള്ളൂ. അപ്പൊ ഈ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന പർട്ടിക്കുലർ പെൺകുട്ടിയേക്കാൾ സുന്ദരിമാര് വേറെ കാണും. പക്ഷെ അവരെ ആരും നോക്കണ്ട, ഇവളാ ഇന്നത്തെ സുന്ദരി എന്നറിയിക്കാനാ ഈ ഐഡന്റിറ്റി. മനസ്സിലായോ? ഇന്നത്തെ സുന്ദരി ഈ എക്സാ. ഇതാണ് രാജമുടി. നമ്മുടെ കർത്താവിന് അനേകം രാജമുടിയാ, എണ്ണമില്ല. ഇവന് 10 രാജമുടിയാ. അതിൽ പ്രധാനമായിട്ടുള്ള 5 രാജമുടി ഇന്റർനെറ്റ് കൊണ്ടേ നടക്കത്തുള്ളൂ. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്റർനെറ്റ് എന്ന മാല ശാസ്ത്രലോകം ലോകത്തെ മുഴുവൻ കൊരുത്തിക്കഴിഞ്ഞു. ഇന്റർനെറ്റ് എന്ന മാല ലോകത്തിലെല്ലാം ഇട്ടിരിക്കുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്, അതില്ലാതെ പറ്റത്തില്ല. പഠനത്തിന്, യാത്രയ്ക്ക്, കാര്യങ്ങൾക്ക്, പർച്ചേസിന് എല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് ബുദ്ധിപൂർവം സകലരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ലേ? എന്നാൽ ഈ ഇന്റർനെറ്റിൽ കൂടെ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ സകലത്തിലും അവന്റെ അധികാരം കാണിക്കും. 1 വെളിപ്പാട് 13:5 അവന്റെ രാജ്യമുടിയാ. ഒന്നുറക്കെ വായിച്ചേ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അന്നവൻ സകല ലോകത്തിലെ സകല ജനങ്ങളോടും, കേട്ടുകൊള്ളുക, അവൻ യെരുശലേമിലായിരിക്കും. പ്രധാനമായി എതിർ ക്രിസ്തുവിന്റെ ഓഫീസ് യെരുശലേമിലായിരിക്കും, അല്ലെങ്കിൽ 7 മഴമേൽ പണിതിരിക്കുന്ന ഒരു പട്ടണത്തിലായിരിക്കും, അല്ലെങ്കിൽ ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഇറാഖിലെ ബാബിലോൺ പട്ടണത്തിന്റെ തീരത്തിലായിരിക്കും. പ്രധാനമായി ജെറുസലേം. അവൻ അവിടെ ഇരുന്നു കൊണ്ട് അന്ന് ജീവിക്കുന്ന സകല മനുഷ്യരോടും അവരവരുടെ ഭാഷയിൽ സംസാരിക്കും. മലയാളിയോട് മലയാളത്തിൽ, തമിഴനോട് തമിഴിൽ, സായിപ്പിനോട് ഇംഗ്ലീഷിൽ, ജപ്പാൻകാരനോട് ജപ്പാനിൽ, കൊറിയക്കാരനോട് കൊറിയയിൽ, അവനവന്റെ ഭാഷയിൽ അവൻ വമ്പും ഭൂഷണവും ഇടിവെട്ടുന്നത് പോലെ സംസാരിക്കും. അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ച് പറയുന്നത്, അയാൾ ഒരൊറ്റ വാക്ക് പറയുമ്പോഴേ ജനം ഞെട്ടുമായിരുന്നു. അയാൾ തികച്ചൊരു മനുഷ്യനായിരുന്നു. ഇവൻ പിശാചാണ്. അവൻ എല്ലാവരോടും നേരിട്ട് സംസാരിക്കും. നടക്കുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അമേരിക്കയിലെ പ്രസിദ്ധയായ
സുവിശേഷ പ്രസംഗിക ജോയിസ് മേയർ, അവരുടെ മലയാളത്തിലുള്ള പ്രസംഗം കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിക്കേ. ആരുമില്ല? അച്ചായനുണ്ട്. സ്തോത്രം. രണ്ടുപേരുണ്ട്. നിങ്ങളാരും കേട്ടിട്ടില്ല? എന്തോ നിങ്ങൾ അന്നേരം സാമ്പാർ ഉണ്ടാക്കുന്ന പഠിക്കാൻ പോയി, അതാ പറ്റിപ്പോയത് അല്ലേ? അച്ചായന്മാർ രണ്ടുപേർ കൈപൊക്കി. എങ്ങനെയാ? അമേരിക്കയിലുള്ള ജോയിസ് മേയർ എന്ന മദാമ ഇന്ത്യ കണ്ടിട്ടില്ല, കേരളം കണ്ടിട്ടില്ല, മലയാളം എന്നാന്നറിയാൻ മേല. അവരുടെ സ്വരത്തിൽ പച്ച മലയാളത്തിൽ പ്രസംഗം കേൾക്കാം. ടെക്നോളജി, വോയിസ് ട്രാൻസ്ലേറ്റിംഗ് ടെക്നോളജി. അമേരിക്കയിൽ ചെന്നാൽ ഒരു കാഴ്ച, രസകരമായ ഒരു കാഴ്ച. നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെന്ന് ചോദിച്ചു നോക്കിക്കോ. അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ഇംഗ്ലീഷേ പറയത്തുള്ളൂ. അവിടെ എല്ലാ ഭാഷക്കാരും ചെല്ലുന്നു. മലയാളി ചെല്ലുന്നു, തമിഴൻ ചെല്ലുന്നു, ജപ്പാൻകാരൻ ചെല്ലുന്നു. കൂടെ ആരെയും ഇരുത്തത്തില്ല. പേഷ്യൻറ്റിൻ്റെ കൂടെ സിറ്ററൊന്നുമില്ല. കൊണ്ടാക്കിക്കോണം, വെളിച്ചാടിക്കോണം, അവരാ നോക്കുന്നത്. അപ്പോൾ ഒരു മലയാളി അമ്മച്ചിക്ക് പനിയുണ്ടോ എന്ന് നേഴ്സ് ചോദിക്കുമ്പം അമ്മച്ചി എനിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയും? അതിനെ നേഴ്സ് ഇംഗ്ലീഷിൽ ചോദിക്കും, നിനക്ക് പനിയുണ്ടോ? ഉടനെ ഒരു മെഷീൻ ചോദിക്കും, നിങ്ങൾക്ക് പനിക്കുന്നുണ്ടോ? മനസ്സിലായോ? ഉടനെ അമ്മച്ചി പറയും തീ പോലെ പൊള്ളുന്നു. ഉടനെ ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, തീ പോലെ പൊള്ളുന്നു. വിശപ്പുണ്ടോ? ഇംഗ്ലീഷിൽ ചോദിക്കും, അമ്മച്ചി പറയും ഒട്ടും വിശപ്പില്ല. ഉടനെ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും എല്ലാ ഭാഷയിലും. അതാണ് വോയിസ് ട്രാൻസ്ലേറ്റർ. അതാ അച്ചായന്മാർ കേട്ടത്. ജോയിസ് മേയറുടെ പ്രസംഗം അവർ മലയാളം കണ്ടിട്ടില്ല, മലയാളിയെ അറിയത്തില്ല, കേരളത്തിൽ വന്നിട്ടില്ല. അവരുടെ പ്രസംഗം നല്ല കുണ്ടറക്കാരി പെമ്പിള്ളേരുടെ സ്വരത്തിൽ പ്രസംഗിച്ചത്. ടെക്നോളജി എന്നാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വോയിസ് ട്രാൻസ്ലേറ്റിംഗ് മിഷൻ. എന്തിനെ? എതിർ ക്രിസ്തു ജീവിക്കുമ്പോൾ യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് അന്ന് ജീവിക്കുന്ന സകലരും നിർഭാഗ്യവാന്മാരാ. അവരോട് പൈശാചിക വമ്പും പൈശാചിക ദൂഷണവും അവൻ പറയും എന്നുള്ളതിന്റെ തെളിവാണ് ജോയിസ് ട്രാൻസ്ലേറ്റർ, വോയിസ് ട്രാൻസ്ലേറ്റർ. എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആ സമയത്ത് കർത്താവിനെ മുഖാമുഖമായി കണ്ട് തേജസ്സിലൂടെ ദൈവത്തെ ആരാധിക്കും. രണ്ട് എഫക്റ്റ്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ അശുദ്ധീകരിക്കട്ടെ. ഇതാ ഒരു ന്യായവിധി വരുന്നു. കർത്താവിനെ ആരാധിക്കുന്നവർ സ്വർഗത്തിൽ പോയി സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട് സ്തോത്രം പറയുമ്പോൾ ഇവിടെ ഒരു പിശാച് വന്നിട്ട് വോയിസ് ട്രാൻസ്ലേറ്റർ വഴി പൈശാചിക ഭാഷയിൽ പറയും. നാം എത്ര ഭാഗ്യമുള്ളവരാ. എന്റെ സമയം തീരാൻ പോവുക. അടുത്തത് വെളിപ്പാട് പുസ്തകം 13:14 ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേൽപ്പിച്ചിട്ടും ജീവിച്ച മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ വമ്പും ദൂഷണവും പറയും. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. സംസാരിക്കുന്ന പ്രതിമയെ നമസ്കരിക്കത്തില്ലെങ്കിൽ കൊല്ലും. അവൻ ജെറുസലേമിലായിരിക്കും. കുണ്ടറയിലിരിക്കുന്ന ഒരു വ്യക്തി അവനെ നമസ്കരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? എങ്ങനെ കൊല്ലും? ഒരു ശാസ്ത്രവും ഇല്ലാത്ത കാലത്ത് യോഹന്നാൻ ആത്മാവിൽ എഴുതി മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. സയൻസ് എന്ന് പറയുന്നു കമ്പ്യൂട്ടറിന് ജീവൻ വരാൻ പോകുന്നു. ഇന്റർനെറ്റ് ടെക്നോളജി, കമ്പ്യൂട്ടറിന് ജീവൻ വരാൻ പോകുന്നു. അത് ആ കോഴ്സ് കേരളത്തിൽ ആരംഭിച്ചു. അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്നത്തെ കമ്പ്യൂട്ടറിന് യാതൊരു ജീവനുള്ളതല്ല. ആരെങ്കിലും അതിനകത്ത് ഫീഡ് ചെയ്യുന്നത് മാത്രമേ തരത്തുള്ളൂ. ഫീഡ് ചെയ്യാത്തൊന്നും തരത്തില്ല. അതൊരു മിഷ്യനാണ്. അത് വൈദ്യുതി ഉണ്ടെങ്കിലേ പ്രവർത്തിക്കത്തുള്ളൂ. വൈദ്യുതി പോയാൽ ഇല്ല, ഇല്ലേ? എന്നാൽ സിസ്റ്റം മാറാൻ പോകുന്നു. കമ്പ്യൂട്ടറിന് ഒരു മനുഷ്യനെ പോലെ ജീവൻ കിട്ടും. ജീവൻ കിട്ടുമ്പോൾ അന്നൊരു നിയമം വരും. ഏത് ഡിവൈസ്, ഏത് കമ്പ്യൂട്ടർ, ഏത് ഫോൺ, ഏത് TV തുറന്നാലും ഇവൻ പ്രത്യക്ഷപ്പെടും. പാഠമൊന്നുമല്ല, ആസിറ്റീസ്. അവരുടെ പേരെന്നാ? ഈ മഞ്ജുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് പോലെ അവൻ അന്ന് ജീവിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കും. ഈ ഇരിക്കുന്ന വിശുദ്ധന്മാരും ഇവിടെ കാണത്തില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് സകല ആളുകളുടെയും മുമ്പിൽ എന്നെ കേൾക്കുന്നവരെ കൃപ പ്രാപിച്ചില്ലെങ്കിൽ സയൻസ് കണ്ടുപിടിച്ചതാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ തേച്ച് നോക്കിക്കേ, ആ വ്യക്തിത്വം നേരെ മുമ്പിൽ വന്നു നിന്ന് സംസാരിക്കും. സംസാരിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലോ വരും, എന്നെ വീണ് നമസ്കരിക്കണം. മൃഗത്തിന്റെ പ്രതിമയെ അവന്റെ പഴയ ആഗ്രഹമാ. നമുക്ക് എന്നേസർ ചക്രവർത്തി അതാ പറഞ്ഞ് വീണ് നമസ്കരിക്കണം. ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം, കർത്താവായ യേശു തമ്പുരാൻ
ദൈവമാണെന്ന് അറിഞ്ഞിട്ടും അവൻ ആ മലയുടെ മേളിൽ കയറി പറഞ്ഞില്ലേ, വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ തരാം. തമ്പുരാൻ്റെ കളിച്ചു നോക്കിയ പരിപാടിയാതെ ഇല്ലേ? എങ്കിൽ അന്നത്തെ മനുഷ്യർക്ക് സ്റ്റാറ്റ്യൂട്ടറി ലോ പറയും, വീണ് നമസ്കരിക്കണം. നമസ്കരിക്കാത്തവരെ കൊല്ലിക്കും. എങ്ങനെ കൊല്ലിക്കും? കണ്ടുപിടിച്ചു കഴിഞ്ഞു. മുമ്പേ പറഞ്ഞ യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ ഒരു സംഘടനയുണ്ട്, ചാര സംഘടന. അതിന്റെ പേരാണ് യൂറോപോൾ. ലോകത്തിൽ നടക്കുന്ന സകലവിധമായ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നവരവർ. അവർ 2018 ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് ഇന്ത്യ മുതൽ അമേരിക്ക വരെ അറിയിച്ചു. നമ്മുടെ ഇന്ത്യ അറിയിച്ചു, അമേരിക്കയെ അറിയിച്ചു. അവർക്ക് ബന്ധമുള്ള യൂറോപ്യൻ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് അവർക്ക് കണക്ഷൻ ഇല്ല, അവരെ അറിയിച്ചിട്ടില്ല. ബാക്കി ഇന്ത്യ, പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങളെയും അറിയിച്ചു. അമേരിക്ക എല്ലാം കമ്പ്യൂട്ടറും മൊബൈലും ഇങ്ങനെ ഇലക്ട്രോണിക് ഈ വിധത്തിലുള്ള ഡിവൈസുകൾ, ഇന്റർനെറ്റിൽ കൂടെ കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗിക്കുന്നവർ 2022 അവസാനം മുതൽ ശ്രദ്ധിച്ചോണം. ഏത് സമയത്തും ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. എത്ര കറക്റ്റാ ദൈവമക്കളെ വചനം! ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. ഒരു വാടക കൊണ്ടേയും വേണ്ട. എങ്ങനെ? നമസ്കരിക്കാത്തവരെ അവൻ എങ്ങനെ അറിയും? കുണ്ടറയിരുന്നുകൊണ്ട്, കോട്ടയത്തിരുന്നുകൊണ്ട് ഒരാൾ അവന്റെ പ്രതിമ നേരെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമസ്കരിക്കാത്ത യെരുശലേമിൽ ഇരുന്നുകൊണ്ട് അവൻ എങ്ങനെ അറിയും? കർത്താവ് എത്ര നല്ലവൻ! ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുവാൻ കൃപ തന്നു. ഈ കുണ്ടറയിലെ ഒരു സ്റ്റാൻഡേർഡ് കടയിൽ നിങ്ങളൊന്ന് പോയി, ഒരു സൂപ്പർ മാർക്കറ്റിലോ ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഗ്ലാസ് കൊണ്ടുള്ള കഥകല്ലേ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം ഒരു സെക്യൂരിറ്റി ഇല്ലല്ലോ. നമ്മൾ അടുത്ത് ചെല്ലുമ്പം തുറക്കും. എങ്ങനെ തുറക്കും? എങ്ങനെ തുറക്കും? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 985 അമേരിക്കയൊന്നും കണ്ടിട്ടില്ല. അന്ന് ഒരു സ്ഥലത്തൊരു മീറ്റിങ്ങിന് എന്നെ ക്ഷണിച്ചപ്പം അമേരിക്കയിൽ നിന്ന് വന്നൊരു പാസ്റ്റർ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. ഞാനിങ്ങനെ ഒരു കൊച്ചു കുട്ടി കേൾക്കുന്ന പോലെ കേൾക്കുക. ഞാൻ ഹൂസ്റ്റണിലെ ഒരു വലിയ കടയുടെ വാതിൽക്കൽ ചെന്നു. അവിടെ തുറന്നു വരാനൊന്നും ആരുമില്ല. 2 കണ്ണാടി കടഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ഒറ്റ വാക്ക് പറഞ്ഞു. സത്യം പറയുക, അതിശയിച്ചു പോയി. 2 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ ഫ്രണ്ടാ ജോൺസൺ ദാനിയല്ലേ. ഞാൻ പറഞ്ഞു, വളരെ ഇന്ന കട ഫിയസ്റ്റാന്നല്ലേ കട പേര്, എനിക്ക് അവിടെ നിന്ന് എന്തിനാ ചായ? ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് ഹല്ലേലൂയ പറഞ്ഞ കഥ ജീവിതം പറഞ്ഞാൽ പുള്ളി പൊട്ടി ചിരിച്ചു പറഞ്ഞ പൊന്ന ചായ അവിടെ അല്ലേ കിട്ടിയ സകല കടകളും തുറക്കുന്നു. എന്താണ് ഈ കുണ്ടറയിൽ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളോ ഞാനോ ചെല്ലുമ്പോൾ നിശ്ചിത അകലത്തിൽ കറക്റ്റ് ആക്കി വെച്ചിരിക്കുക. എന്റെയും നിങ്ങളുടെ ഷെയ്ഡ് സെൻസർ ചെയ്യും. ആ ഗ്ലാസ് എന്റെയും നിങ്ങളുടെ ഷെയ്ഡ് സെൻസർ ചെയ്ത് ഓപ്പൺ ചെയ്യുമെങ്കിൽ അന്ന് പ്രതിമയെ നമസ്കരിക്കാത്ത ഷെയ്ഡ് വരുന്ന അതെല്ലാം പൊട്ടിത്തെറിച്ച് ആള് മരിക്കും. ഒരു വാടക കൊണ്ടായും വേണ്ട. ഇന്റർനെറ്റ് കൊലപാതകം എന്ന് പറയും. ഹാക്കേഴ്സിനെ ഇന്റർനെറ്റിൽ കൂടെ കയറ്റിവിടാമെന്ന് കണ്ടുപിടിച്ചെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാജമുടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്തിന്? കർത്താവിന്റെ വരവിന് ശേഷം ഈ ലോകത്തെ തകർത്ത് ഭരിക്കാൻ ഒരു വനിത വരുന്നു. അതേ സമയത്തെ രക്ഷയുടെ അനുഭവമുള്ള ഒറ്റ വ്യക്തി അവന് കിട്ടത്തില്ല. അവർ സ്വർഗങ്ങളിൽ എത്തിയിരിക്കും. അന്ന് രക്ഷിക്കപ്പെടാൻ യാതൊരു ചാൻസുമില്ല. അന്ന് ഒരു ദേവാലയവും തുറക്കത്തില്ല, ഒരു ഹോളും തുറക്കത്തില്ല. തുറക്കുന്നത് അവന്റെ ഔദ്യോഗിക ഹോളായിരിക്കും. അവിടെ അവനായിരിക്കും ദൈവം. ഒറ്റ ക്രൈസ്തവ ദേവാലയമോ ഒരു മതത്തിന്റെ ദേവാലയമോ തുറക്കത്തില്ല. അഥവാ തുറന്നാൽ അവിടെ അവന്റെ സംസാരിക്കുന്ന പ്രതിമ മാത്രമായിരിക്കും. എന്നാൽ ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. സമ്പന്നമാരും ദരിദ്രന്മാർക്കും ആർക്കും സാധാരണക്കാർക്കും രക്ഷ ഇന്ന് സൗജന്യമാണ്. ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. ഇത് അഗണ്യമാക്കിയാൽ അവരുടെ പേരാണ് ഹതഭാഗ്യന്മാർ. ഓരോ നക്കമിട്ട് എനിക്ക് പറയാൻ സാധിക്കും എതിർ ക്രിസ്തു കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. 10 രാജമുടിയിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അവൻ നിയന്ത്രിക്കാൻ പോവുകയാണ്. ലോകം അവന് വേണ്ടി കാത്തിരിക്കുന്നു. ഒറ്റ കാര്യം, ഇസ്രായേൽ നോക്കിയിരിക്കുന്നു. ഞാനതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എത്ര ഭയങ്കരമാണ് നിങ്ങൾക്ക് കേൾക്കണമോ? ലോകത്തിലെ 93 രാജ്യങ്ങളിൽ നിന്നും യഹൂദന്മാർ മാതൃരാജ്യത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ 70 വർഷമായിട്ട് നടക്കുന്നു. 2022 ഒരു സംഭവം ഉണ്ടായി. ഈ ചെല്ലുന്നവരെ സ്വീകരിക്കാൻ ഒരു സംഘടന അവിടെ ഉണ്ട്. ആ സംഘടനയുടെ പേരാണ് റോഷ് ഹോഷന്ന. അവർ പറഞ്ഞ കേൾക്കണമോ? ഞാനത് വായിച്ചിട്ടും എൻ്റെ പഠനമുറിയിരുന്ന് ദൈവത്തെ മുട്ടോളം സ്തുതിച്ചു.
ലോകത്തിലെ 93 രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ് 70 വർഷമായി വരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ലോകത്തിലെ 4 അതിസമ്പന്ന രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നു. കാനഡ, USA, ഫ്രാൻസ്, UK. ലോകത്തിലെ അതിസമ്പന്നമായ 4 രാജ്യങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ സമ്പന്നതയേക്കാൾ കൂടിയ രാജ്യത്തേക്കാണ്. കാനഡയിലേക്കും അയർലൻഡിലേക്കും UK-യിലേക്കും അമേരിക്കയിലേക്കും ഗൾഫിലേക്കും ഓസ്ട്രേലിയയിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് നമ്മളെക്കാൾ കൂടിയ രാജ്യം. ഇത് നോക്കിക്കേ, ലോകത്തിലെ അതിസമ്പന്നമായ 4 രാജ്യം: കാനഡ, UK, US, ഫ്രാൻസ്. അവിടുന്ന് വന്നവരെ കേൾക്കണം, സാധാരണക്കാരല്ല. അതാ അവർ അതിശയിപ്പിക്കുന്നത്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT സ്പെഷ്യലിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാർ, ഈ 4 രാജ്യങ്ങളിലെ സകല സമ്പത്തും ഉപേക്ഷിച്ചിട്ട് അവർ പ്ലെയിൻ കയറി വന്നിട്ട് പറയുക, ഞങ്ങളുടെ റബ്ബിമാർ ഞങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചു, നമ്മുടെ മശിഹ വരുന്നു, നമുക്കവനെ സ്വീകരിക്കണം. അപ്പോൾ ദൈവമക്കളെ, 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 5:43, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. നോക്കിക്കേ, അവർ പറയുക, നമ്മുടെ മശിഹ വരുന്നു, മശിഹ വന്നാൽ ദൈവരാജ്യം സ്ഥാപിക്കാം. ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ഞങ്ങളുടെ മുഴുവൻ കഴിവുകളും മശിഹായ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ഞങ്ങൾ ആ സമ്പന്ന രാജ്യത്തിൽ നിന്നും സകലതും വിട്ട് വരുന്നു എന്നവർ പറയുമ്പോൾ, ദൈവമക്കളെ, അതിനേക്കാൾ ഭാഗ്യമുള്ളവരാ ദൈവമക്കൾ. നമ്മൾ ഇതെല്ലാം വിട്ടതിനു മുമ്പേ അതിസമ്പന്നമായ സ്വർഗത്തിലേക്ക് പോകുകയാണ്. തീർന്നില്ല, ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ റബിമാർ പഠിച്ചപ്പോൾ ഒരു സംഭവം, മശിഹ വന്നാൽ ഉടൻ ജനസംഖ്യ എടുക്കണം. എല്ലാ രാജ്യത്തു നിന്ന് യഹൂദന്മാർ വരിക, എത്ര പേരുണ്ടെന്ന് അറിയണം. അപ്പോൾ നോക്കിയപ്പോൾ ജനസംഖ്യ എടുക്കാൻ ഒരു നിയമമുണ്ട്. വായിക്കാം, പുറപ്പാട് പുസ്തകം 30:11 ഒന്ന് വേഗം വായിക്കാം, നമുക്ക് അതിന്റെ അവസാനിപ്പിക്കാം. പുറപ്പാട് 30:11 വേഗം വായിച്ചേ. ആരെങ്കിലും എടുത്തവർ? ഞാനത് ചേർത്ത് വായിച്ചു പറഞ്ഞു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്ത വാക്യം, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കൽ കൊടുക്കണം. അടുത്ത വാക്യം, ശേക്കൽ എന്നത് 20 ഗേര. അടുത്ത വാക്യം, ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതിയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. അടുത്ത വാക്യം, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്. ധനവാൻ അല്ലാത്തപ്പോ ഇഷ്ടം പോലെ സ്വത്രകാഴ്ച ഇടാം. എന്നാൽ നിങ്ങളുടെ ജീവന് വേണ്ടി ജനസംഖ്യ എടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലേ ഇടാവുള്ളൂ. അടുത്ത വാക്യം, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും ദരിദ്രനും 1/2 ശേക്കൽ കൊടുക്കണം, ധനവാനും 1/2 ശേക്കൽ കൊടുക്കണം. ഇതേ യഹൂദ റബിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഗവൺമെന്റിനോട് പറഞ്ഞ കേൾക്കണമോ, നമ്മുടെ മശിഹ വരുന്നു, ജനസംഖ്യ എടുക്കണം, പക്ഷെ 1/2 ശേക്കൽ വേണം കൊടുക്കാൻ, അതിൽ കൂടുതൽ കൊടുക്കാൻ നിയമമില്ല. അപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റ് അവരുടെ രാജ്യത്തിൽ 1/2 ശേക്കൽ ഇല്ലായിരുന്നു. 1/2 ശേക്കൽ അവർക്കില്ല. നമ്മുടെ രാജ്യത്ത് 3 രൂപയുടെ നോട്ടില്ലെന്ന് പറഞ്ഞതുപോലെ 1/2 ശേക്കലില്ല. ഇത് കേട്ടതും ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ തത്രപ്പാടോടെ ബദ്ധപ്പാടോടെ 1/2 ശേക്കൽ നാണയം പ്രിന്റ് ചെയ്ത് ബാങ്ക് വഴി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം എത്തിച്ചു. കയ്യിൽ വെച്ചോണം, മശിഹ വന്നാൽ ഉടൻ അവന് കൊടുക്കണം, വീണ്ടെടുപ്പ് വില, ജനസംഖ്യ എടുക്കണം. ഇത്രയും അവർ ഒരുങ്ങിയപ്പോൾ ഒരു വ്യാജൻ വരാൻ പോകുന്നു. ആ വ്യാജൻ വരുന്നതിന് മുൻപേ സത്യമണവാളനായ മശിഹ രക്തം കൊണ്ട് മനുഷ്യവർഗത്തെ നേടിയെടുത്ത കർത്താവെ തന്റെ ശരീരമാകുന്ന സഭയെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ ഇതാ വേഗം വരാൻ പോകുന്നു. ഹല്ലേലൂയ. അവനായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അവൻ നാട്ടുകാരെ അല്ല ചേർക്കാൻ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവൻ വന്നത് ആരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. അടുത്ത പ്രാവശ്യം അവൻ വരാൻ പോകുന്നത് അവന്റെ രക്തത്തിൽ കൂടി മാത്രം രക്ഷിക്കപ്പെട്ടവരെ കൊണ്ടുവരുവാൻ. കണ്ണുകളടയ്ക്കാം. വീടുകളിൽ, ഭവനങ്ങളിൽ, എവിടെ ഇരുന്നവരായാലും ഞാനൊരു സഭയെ കുത്തിപ്പറയത്തില്ല, ഒരു മതത്തെ കുത്തിപ്പറയത്തില്ല, ഒരു സഭയ്ക്കെതിരായി പറയത്തില്ല, ഒരു മതത്തിനെതിരായി പറയത്തില്ല. ഒന്ന് ഞാൻ പറയും, നിത്യത വേണമോ? തിരുവചനം പഠിപ്പിക്കുന്നു, യേശുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടും ജനിക്കണം. അവന്റെ കൽപ്പന അനുസരിക്കണം. അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. വിശുദ്ധിയിൽ ജീവിക്കണം. അവന് വേണ്ടി കാത്തിരിക്കണം. ആ അനുഭവമുള്ള ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. ഈ ശബ്ദ തരംഗങ്ങൾ, ഒരു കാര്യം കൂടെ പറയാം, സയൻസ് കണ്ടുപിടിച്ചു, ശബ്ദം എങ്ങും പോയി തീരുന്നില്ല. ശബ്ദമുണ്ട്, ശബ്ദം ചാകുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്നു,
നിങ്ങൾക്കറിയാവോ, യൂട്യൂബ് വഴി ഇപ്പോൾ അമേരിക്ക കേൾക്കാം. അമേരിക്കയിൽ പ്രസംഗിക്കുന്നു, നമുക്ക് കേൾക്കാം ഇല്ലേ? നമ്മുടെ പ്രിയമുള്ളവരുടെ ഫ്യൂണറൽ അമേരിക്കയിൽ നടക്കുന്നു, നമ്മൾ ലൈവായിട്ട് കേൾക്കുന്നില്ലേ? ഇവിടുത്തെ ഫ്യൂണറൽ അവർ ലൈവായിട്ട് കേൾക്കുന്നില്ലേ? ശബ്ദം ചെല്ലുന്നില്ലേ? അപ്പൊ സയൻസ് പറയുന്നു ഈ ശബ്ദം എങ്ങും പോയി നിൽക്കുന്നില്ല, ഒരു സ്ഥലത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ കുണ്ടറയിൽ പറഞ്ഞ എൻ്റെ ഈ ശബ്ദം ആർക്കൊടുവിൽ ന്യായവിധിക്കിടയാകരുത്. തമ്പുരാന്റെ വീഡിയോ ക്യാമറയാണ് ആകാശത്തിന്റെ 4ാമത്തെ തട്ട്. ആ ആകാശത്തിന്റെ 4ാമത്തെ തട്ട് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയർ തമ്പുരാന്റെ വീഡിയോയാ. നിങ്ങളുടെയും എവിടെ ഇരിക്കുന്നു ആളിന്റെ പടം എടുത്തോണ്ടിരിക്കുക. അന്ത്യന്യായവിധിയിൽ ചോദിക്കും, എൻ്റെ ദാസൻ വന്ന് പ്രസംഗിച്ചപ്പോൾ നീ ഇത് കേട്ടതാണോ? ഞാൻ നിന്നോട് കണക്ക് തീർക്കുമ്പോൾ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? കണ്ണിലടയ്ക്കാം. സമർപ്പിക്കാൻ താല്പര്യമുള്ളവരാരുണ്ടോ, എവിടെയുണ്ടോ, 1 മിനിറ്റ് സമർപ്പിക്കാം. കൈവൊക്കണ്ട, ആരോടും പറയണ്ട, സ്വയമായി സമർപ്പിക്കാം. ഞാൻ കർത്താവേ, ഈ കേട്ടത് സത്യമെങ്കിൽ എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം വേണം. പിശാച് ഭരിക്കുന്ന ലോകമാണ് ഇനി വരാൻ പോകുന്ന അടുത്ത ഈ തലമുറയിൽ തന്നെ. അന്നത്തെ ദുഷ്കരമായ ലോകത്തിൽ എനിക്ക് വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ സ്വർഗം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നാം സ്വർഗത്തിലേക്കല്ല പോകുന്നത്, സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വരും.